നമസ്കാരം. എല്ലാവർക്കും നീൽസ് അക്കാദമിയുടെ ഓറിയന്റേഷൻ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫിംഗർ പ്രിന്റ് സെർച്ചർ 1 വർഷത്തോളമായി അതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് ഇപ്പോഴാണ് അതിന്റെ സിലബസ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ടോ? ഇല്ലല്ലോ. നമ്മളേതായാലും സിലബസ് വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. കാരണം ഇതിന് മുമ്പത്തെ സിലബസിന്റെ കാര്യം നിങ്ങൾക്കറിയാം. അതിൽ ജസ്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി 40 മാർക്ക് വീതം, പിന്നെ IT 10 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ 10 മാർക്ക്, അങ്ങനെ 100 മാർക്കിനായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അതിൽ കട്ട് ഓഫ് വന്ന എത്രയാ അറിയോ? കഴിഞ്ഞ പ്രാവശ്യം എത്ര? 53 കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് വന്നിരുന്നത് അല്ലേ? അപ്പോ ഈ എക്സാമിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാം, ഫിസിക്സ്, കെമിസ്ട്രി അല്ലേ? അപ്പോ എന്തായാലും ഡിഗ്രി ലെവൽ എക്സാം ആണ്. പക്ഷേ ഇത് പ്യുവർലി ഫിസിക്സുകാർക്കോ അല്ലെങ്കിൽ കെമിസ്ട്രിക്കാർക്കോ ഉള്ള എക്സാം അല്ലാത്തതുകൊണ്ട് തന്നെ അത്ര ടഫ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ലെവൽ ആയിരിക്കില്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, നമ്മളിതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിയാൽ മനസ്സിലാവും. മെജോറിറ്റി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള എങ്ങനെയാണ്? നമ്മുടെ +2 അല്ലെങ്കിൽ ബേസിക് അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രി ഫസ്റ്റ് സെക്കൻഡ് സെമ്മിലൊക്കെ പഠിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളായി വന്നിട്ടുള്ളൂ. പിന്നെ പ്രോബ്ലംസ് ആണെങ്കിലും വളരെ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി വന്നാൽ തന്നെ നിങ്ങൾക്ക് 1-2 മിനിറ്റ് കൊണ്ട് അത് ചെയ്ത് തീർക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ പുതിയ സിലബസ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റിന്റെ ലേറ്റസ്റ്റ് സിലബസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പൊ മൊത്തം 8 മൊഡ്യൂളാണ് നമുക്ക് സിലബസിലുള്ളത്. അതിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി ഇത് രണ്ടും മാത്രമേ ഉള്ളൂ അല്ലേ? നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടാവും, ഫിസിക്സും കെമിസ്ട്രി മാത്രമേ ഉള്ളൂ. ഇപ്രാവശ്യം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ IT അല്ലെങ്കിൽ വേറെ ടോപ്പിക്സോ ഒന്നുമില്ല. ആകെ ഫിസിക്സും കെമിസ്ട്രി. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ പറയുന്നത് ഫിസിക്സിന്റെ ടോപ്പിക്സ് ആണ്. അതിൽ നോക്കാം, നമ്മുടെ പാർട്ടിക്കിൾ ഡൈനാമിക്സ് പറയുന്നുണ്ട്, അതേപോലെ ന്യൂട്ടന്റെ 3 ലോസ്. ഓക്കെ, അപ്പൊ അതിൽ നിന്നൊക്കെ എങ്ങനെ ക്വസ്റ്റ്യൻ വരാൻ ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്കുക. അതായത് മുമ്പത്തെ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ വന്നാൽ എങ്ങനെയായിരുന്നു? ആപ്ലിക്കേഷൻ ലെവൽ കാര്യങ്ങളാണ് ചോദ്യം വന്നത്, അല്ലാണ്ട് ഡയറക്റ്റ് F=ma അങ്ങനെ ഇക്വേഷൻസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്തായാലും ചിലപ്പോൾ ഫസ്റ്റ് ലോന്റെ ആപ്ലിക്കേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ സെക്കൻഡ് ലോന്റെ. ഇപ്പൊ നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ എക്സാമിന് ഇപ്പോ ചോദ്യം വന്നിരുന്നു. അതിൽ ഒരാൾ ക്യാച്ച് പിടിക്കുകയാണെങ്കിൽ ആ സമയത്ത് അവിടെ ഏത് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണോ, സെക്കൻഡ് ലോ ആണോ, തേർഡ് ലോ ആണോ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ റോക്കറ്റിന്റെ വിക്ഷേപണ സമയത്തുള്ള ആ തിയറി എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത്, അങ്ങനെ ആപ്ലിക്കേഷൻ ലെവലാണ് ഇവിടെയൊക്കെ നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. പിന്നുള്ളത് റൊട്ടേഷണൽ ഡൈനാമിക്സ്, അതുപോലെ കൺസർവേഷൻ ലോ. അവിടുത്തെ നമുക്കറിയാം ലീനിയർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ, ആംഗുലർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ, എനർജി കൺസർവേഷൻ, ഈ കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളായിട്ട് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മള് സിമ്പിൾ ഹാർമോണിക് മോഷൻ, പിന്നെ ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ, അതുപോലെ ഫോഴ്സ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ, ഇതിന്റെ എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നമ്മളിപ്പോ ഡിഗ്രിയിലൊക്കെ എത്തുമ്പോൾ ഇതിൽ നിന്നൊക്കെ പഠിക്കണ ഒരുപാട് ലെങ്തി ഡെറിവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ട. ഇനി വന്നാൽ തന്നെ ജസ്റ്റ് ഇതിന്റെയൊക്കെ ഫൈനൽ ഇക്വേഷൻസ് മാത്രമേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ആലോചിക്കേണ്ടത്, ഒരുപാട് ഡെറിവേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവാം. അതൊന്നും ചെയ്യണ്ട, ഇവിടെ കൺസിഡർ ചെയ്യേണ്ട. PSCന്റെ ഞാൻ പറയുന്നത് PSC പോയിന്റ് ഓഫ് വ്യൂവില് നമുക്ക് അതിന്റെ മെയിൻ കണ്ടന്റ് മാത്രം, അല്ലെങ്കിൽ അതിന് ബേസിക് കാര്യങ്ങൾ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ഒരു ഇക്വേഷൻ കിട്ടുകയാണെങ്കിൽ ആ ഇക്വേഷനിൽ നിന്ന് ആ ഒരു റിലേഷൻസ്, അതായത് ഇപ്പൊ സപ്പോസ് നമുക്കറിയാം, ഇപ്പോ ഗ്രാവിറ്റേഷണൽ ലോന്റെ ഒരു കാര്യം, ഇപ്പൊ F=gmm/r², ആ ഒരു ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രമല്ല, അതിൽ നിന്ന് റിലേഷൻസ് നമുക്ക് പഠിച്ചെടുത്താൽ നല്ലതാണ്. ഇപ്പൊ എക്സാമിന് ചോദിക്കാം, മാസ് ഡബിൾ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവ തമ്മിലെ ഡിസ്റ്റൻസ് ഡബിൾ ആയി കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഫോഴ്സിന്റെ റിലേഷൻ എന്താണ് വരിക, അല്ലെങ്കിൽ ഇപ്പോ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അത് പോൾസിൽ എത്ര വരുന്നത്, അല്ലെങ്കിൽ ഭൂമിന്റെ ഉള്ളിൽ എത്ര വരിക, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്,
ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചോദ്യം വരുന്നില്ല. ചോദ്യം വരിക, ഒരു ഇക്വേഷൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു തിയറി വരികയാണെങ്കിൽ അതിന്റെ ഒരു മെയിൻ ഇക്വേഷൻ ഉണ്ടാവും. ആ ഇക്വേഷൻ പിന്നെ അതുമായി ബന്ധപ്പെട്ട റിലേഷൻസ്, അതായത് മേ ബി അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവാം, അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി ആവാം, അല്ലെങ്കിൽ അതിന്റെ സ്ക്വയറിനൊക്കെ പ്രൊപ്പോർഷണൽ ആവാം. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാം. അപ്പൊ ആ റിലേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്രാവശ്യത്തെ സിലബസിൽ എന്ത് വന്നിട്ടില്ല, നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് എല്ലാ ഇതിലും ചോദിക്കുന്നതാണ്, പക്ഷെ ഇതിൽ വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത്, സിലബസിൽ ഇത് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ അതിന്റെ ഡയമെൻഷനോ അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ്സ് കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും പറഞ്ഞു വന്നത്, ഇനി അടുത്തത് പിന്നെ വേവ് മോഷൻ. അതിൽ മെയിൻ ആയിട്ട് ഏതൊക്കെ ടൈപ്സ് വേവ് ഉണ്ട്, പിന്നെ എന്ത് ചെയ്യാം, ഇപ്പൊ നമുക്ക് കഴിഞ്ഞ എക്സാമിന് ചോദ്യം വന്നിരുന്നു, സൗണ്ട് വേവ് ഏത് ടൈപ്പ് വേവ് ആണ് ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ ട്രാൻസ്വേഴ്സ് വേവ് ഏതാണ്, അതായത് ലൈറ്റ് ആണോ സൗണ്ട് വേവ് ആണോ. അപ്പൊ ഇത് രണ്ടും നമുക്ക് കവർ ചെയ്യാനുള്ള, നമ്മളിപ്പം +1 വേവ്സിന്റെ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അതിലെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ബേസിക് ആയിട്ട് അറിഞ്ഞു വെച്ചാൽ മതിയാവും. ഓക്കെ, പിന്നെ അടുത്ത് ഉള്ളത് ഫ്രെയിംസ് ഓഫ് റെഫറൻസ്, പിന്നെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ടോപ്പിക്സ്, ആ മെയിൻ പോയിന്റ് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ നമ്മളിതിൽ ഒന്നുകൂടി ഡെപ്തിലേക്ക് പോകേണ്ടി വരും. അതായത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിന്റെ ജസ്റ്റ് ആ പോസ്റ്റ്ലേറ്റ്സ് ജസ്റ്റ് എന്ത് ചെയ്യാം, ചോദ്യം വരാം. അതേപോലെ നമ്മൾ അതിന്റെ 1-2 ആപ്ലിക്കേഷൻസ് പഠിക്കുന്നുണ്ടല്ലോ, അതായത് അല്ലെങ്കിൽ ട്വിൻ പാരഡോക്സ്, പിന്നെ എന്താ പറയാ റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട് ഇല്ലേ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ ഫ്രെയിംസ് ഓഫ് റെഫറൻസിൽ മെയിൻ ആയിട്ട് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ പഠിക്കുന്നുണ്ടല്ലോ, അതായത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ, അതിന്റെ ഇക്വേഷൻസ് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ജസ്റ്റ് അതിന്റെ ആ ഇക്വേഷൻസ് മാത്രം ജസ്റ്റ് നമ്മൾ പഠിച്ചെടുത്താൽ മതിയാവും. ഓക്കെ, പിന്നെ ഇതിൽ നിന്ന് ആ ടൈം ഡയലേഷൻ അല്ലെങ്കിൽ ലെങ്ത് കോൺട്രാക്ഷൻ, ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, മേ ബി ഒരു പ്രോബ്ലംസ് ഒക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ പ്രോബ്ലം വരാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് എന്ത്, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഓക്കെ, പിന്നെ അടുത്ത ടോപ്പിക് നമ്മുടെ സോളിഡ്സ് ഉള്ളതാണ്. അതായത് ഇലാസ്റ്റിസിറ്റി, നമ്മളെ യങ്സ് മോഡുലസ്, അതുപോലെ ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ് ഒക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ വരുന്നതാണ് നമ്മുടെ ഹൂക്സ് ലോ ഇല്ലേ. ഹൂക്സ് ലോ, അതിന്റെ ആ ഇക്വേഷൻസ്, പിന്നെ സ്ട്രെസ് ബൈ സ്ട്രെയിൻ, ആ കാര്യങ്ങൾ. പിന്നെ അതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് എന്ത്, നമ്മുടെ പോയിസൺ റേഷ്യോ ഇല്ലേ. അതിന്റെ റേഞ്ച് ഒക്കെ എക്സാമിന് എന്ത് ചോദിച്ചിട്ടുണ്ട്, അതിന്റെ വാല്യൂ, പോയിസൺസ് റേഷ്യോന്റെ ആ വാല്യൂ ഏത് റേഞ്ചിലാണ് വരുന്നത് അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് വരാനുള്ളത്, ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ സ്റ്റീലിനൊക്കെ എന്താണ് യങ്സ് മോഡുലസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഏതിനൊക്കെയാണ് യങ്സ് മോഡുലസ് കൂടുതൽ, റബ്ബറിനാണോ സ്റ്റീലിനാണോ അതോ കോപ്പറിനാണോ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പൊ +1 ഡിഗ്രിയിലൊക്കെ നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ആണെന്ത്, ഈ ഐ ഫോം ഓഫ് ഗേർഡേഴ്സ് അല്ലെങ്കിൽ ക്യാൻഡിലീവറിന്റെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിൽ ആ ഡെറിവേഷൻസ് നമുക്ക് ഇവിടെ കവർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യാ, അതിൽ ജസ്റ്റ് അതിന്റെ മെയിൻ റിലേഷൻസ് ഉണ്ടല്ലോ, അതിൽ ലെങ്ത്തിന് എങ്ങനെയാണ് പ്രൊപ്പോർഷണൽ ആണോ അല്ലെങ്കിൽ ബ്രെഡ്ത്ത് കാര്യങ്ങൾ, യങ്സ് മോഡൽസ് കൂടിയാൽ ഇതിന്റെ ആ ഫോർമേഷൻ എന്താ സംഭവിക്കുക, ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓർത്തിരിക്കുക. പിന്നെ അടുത്തതാണ് സർഫസ് ടെൻഷൻ വിസ്കോസിറ്റി. ഇത് വരുന്നത് നമുക്കറിയാം ഏതിൽ നിന്നാ, ഫ്ലൂയിഡ്സ് എന്നുള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഫ്ലൂയിഡ്സിൽ പൊതുവെ എല്ലാ സമയം ചോദിക്കാറുള്ളത് എന്തായിരുന്നു, നമ്മുടെ പാസ്കൽസ് ലോ അല്ലെങ്കിൽ ബെർണോളിസ് തിയറം. ഇവിടെ പക്ഷെ അതൊന്നും അങ്ങനെ എടുത്ത് പറയാത്തത് കൊണ്ട് നമുക്കത് പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞു വെക്കുക. ജസ്റ്റ് ഒന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തായാലും ആ ബേസിക് തിയറങ്ങൾ, പാസ്കൽസ് ലോ അല്ലെങ്കിൽ ബെർണോളിസ് തിയറം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. ദെൻ ഇവിടെ ചോദിച്ച് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയാണ്. അപ്പൊ നമുക്കറിയുന്ന കാര്യം എന്താ, വിസ്കോസിറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ്, അല്ലെങ്കിൽ വിസ്കോസിറ്റി കൂടിയ എന്താ പറയാ ലിക്വിഡ്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് ഏതൊക്കെയാണ്, ആ കാര്യങ്ങൾ. പിന്നെ സർഫസ് ടെൻഷൻ എന്ന് ചോദിക്കാനുള്ള ഏതാ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ് എന്ത്, ഇപ്പോ നമ്മുടെ ലിക്വിഡ് ഡ്രോപ്സിന്റെ ആ ഷേപ്പ് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു മെർക്കുറി ഡ്രോപ്പ് ജസ്റ്റ് ഒന്ന് ഒരു ഉറ്റിച്ച് കഴിഞ്ഞാല് അതിന്റെ ആ ഷേപ്പ് എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഷേപ്പ് വരാൻ കാരണം. അപ്പൊ അങ്ങനെയൊക്കെ എന്താണ് സർഫസ് ടെൻഷന്റെ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊക്കെയാണ് എന്ത് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയി പറയുന്നത്. കാരണം നിങ്ങൾ എന്ത് സിലബസ് കാണുമ്പോൾ അയ്യോ വലിയ സിലബസ് ആണ്, അല്ലെങ്കിൽ ഇനി 2 മാസം അല്ലേ ഉള്ളൂ, അപ്പൊ അത് കവർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം നമ്മൾ എന്താ വെച്ചാൽ സിലബസിൽ ഓരോ പോയിന്റ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് PSC പോയിന്റ് ഓഫ് വ്യൂവിലാണ് പഠിക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾ തന്നെ പലരും നെറ്റിന് അല്ലെങ്കിൽ ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അപ്പൊ ആ ലെവലിലൊന്നും നമുക്ക് എന്ത് ചെയ്യണ്ട, ഇവിടെ ആ ലെവലിൽ പഠിക്കേണ്ട ആവശ്യമില്ല. പഠിക്കുകയാണെങ്കിൽ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് PYQs നമ്മൾ എന്തായാലും നമ്മുടെ ഈ സെഷന്റെ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് കുറെ ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തെങ്കിലും ഡൗട്ട് ഇല്ലല്ലോ? ഏതൊക്കെ ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഇനിയിപ്പോ ഇതിൽ NCERT നിങ്ങൾ എന്തായാലും കവർ ചെയ്യണം. അപ്പൊ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഫസ്റ്റ് ഇപ്പൊ ന്യൂട്ടൺസ് ലോ വരുന്നതൊക്കെ +1 ടോപ്പിക്സ് ആണ്. അതുപോലെ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഏതിലാണ് വരുന്നത്? നിങ്ങൾ ഓസിലേഷൻ എന്നുള്ള ചാപ്റ്റർ +1 ലാസ്റ്റ് ചാപ്റ്റർ വരുന്നുണ്ട്, 13ാം ചാപ്റ്റർ ഓസിലേഷൻസ് വരുന്നുണ്ട്. ദെൻ നമ്മുടെ വേവ്സിന്റെ ചാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ എന്ത് +1 +2 അങ്ങനെ പഠിക്കുന്നില്ല. അത് ഡിഗ്രി ലെവൽ ടോപ്പിക് ആണ്. നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഈ ലാസ്റ്റ് സിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത് സോളിഡ്സ് എന്നുള്ള ചാപ്റ്ററിലാണ്. അത് +1 ചാപ്റ്റർ. പിന്നെ സർഫസ് ടെൻഷനും വിസ്കോസിറ്റിയും വരുന്നത് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അതിൽ വരുന്ന ടോപ്പിക്കാണ് ഇത്. അപ്പൊ നിങ്ങൾ എന്തായാലും NCERT കവർ ചെയ്യണം. ഇനി ഒരു കാര്യം കൂടി പറയാം, NCERT ആണെങ്കിൽ പോലും നിങ്ങൾ സിലബസിലല്ലാത്ത ഒരുപാട് വേറെ കാര്യങ്ങൾ എക്സ്ട്രാ വായിച്ച്, അല്ലെങ്കിൽ ഡെറിവേഷൻസ് കുറെ ഉണ്ടാവും, അതൊന്നും കണ്ട് എന്ത് ചെയ്യണ്ട, അതില് ലോക്കായി പോകരുത്. പിന്നെ ഞാൻ വേറെ കാര്യം പറയണമെന്ന് വെച്ചാൽ, നിങ്ങൾ എന്താ ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാം ആണ് വിചാരിച്ച് നമുക്ക് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ ഉണ്ടല്ലോ, അതെല്ലാം അങ്ങനെ ഡെപ്തിൽ പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. അപ്പൊ എന്താ വെച്ചാൽ അപ്പൊ കെമിസ്ട്രിക്കാർക്കും ഫിസിക്സുകാർക്കുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് മേ ബി എന്ത് ചെയ്യാം, കെമിസ്ട്രി കോർ എടുത്ത ആളുകൾക്ക് ഫിസിക്സ് ടഫ് ആയിരിക്കാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താ കാര്യം, ഫിസിക്സ് കൂടുതൽ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അതേസമയം അതുപോലെ ഫിസിക്സുകാരന് കെമിസ്ട്രി ടഫ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് കെമിസ്ട്രി ടോപ്പിക്സ് പഠിക്കാനാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് മൊഡ്യൂളിലേക്ക് പോവാം. ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ? നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് മൊഡ്യൂളിന്റെ കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് മൊഡ്യൂൾ. അപ്പൊ സെക്കൻഡ് മൊഡ്യൂളും ഫിസിക്സ് ടോപ്പിക് ആണ്. ഓക്കെ അഞ്ജന, ഓക്കെ. അപ്പൊ ഇവിടെ വരുന്നത് നമ്മുടെ സിലബസിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഡീറ്റെയിൽ ആയി കൊടുക്കാത്ത ഒരു മൊഡ്യൂളാണ് സെക്കൻഡ് മൊഡ്യൂൾ. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ബാക്കി മൊഡ്യൂൾസ് ഒക്കെ കംപ്ലീറ്റ് ഓരോ സബ് ടോപ്പിക് ലെവലിൽ കാര്യങ്ങൾ എന്താ പറയാ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് മൊഡ്യൂളിൽ അങ്ങനെ കൊടുത്തിട്ടൊന്നുമില്ല. അതായത് ഫസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അത് ജസ്റ്റ് എന്താണ്, അതില് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് ചാർജസിന്റെ കാര്യങ്ങൾ, പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, അതായത് ഈ ഒരു പോയിന്റ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സബ് ടോപ്പിക്സ് ഇതിൽ വരുന്നുണ്ട്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരുന്നതാണ് നമ്മുടെ എന്താ പറയുക ഇലക്ട്രിക് ഫീൽഡ് വരുന്നുണ്ട്, അതിൽ തന്നെ ഗോസ് തിയറം വരുന്നുണ്ട്, അതിന്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, അതിൽ തന്നെ ആപ്ലിക്കേഷൻസിൽ നമുക്ക് എന്താ ഡെറിവേഷൻസ് വരുന്നുണ്ട്. ആ ഡെറിവേഷൻ ഒന്നും എന്ത് ചെയ്യണ്ട, ഇവിടെ ആവശ്യമില്ല നമുക്ക്. പക്ഷേ എക്സാം ഡയറക്റ്റ് ചോദ്യം വരും. അതായത് ഒരു സോളിഡ് സ്ഫിയറിന്റെ ഇൻസൈഡ് എത്രയാണ് ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്, അതിന് സർഫസിൽ എത്രയാണ് വരുന്നത്, അല്ലെങ്കിൽ പിന്നെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് കാര്യങ്ങൾ ചോദ്യം വരാം, പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് ചോദ്യം വരാം. പിന്നെ ഇതിന് മുമ്പത്തെ ഒരു എക്സാമിന് ചോദിച്ചിരുന്നു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ 2-3-4 പോയിന്റ് തന്നിട്ട് അതിൽ ഏതൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ്. അതായത് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുന്നില്ലല്ലോ, ഇല്ല. അതുപോലെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കുമോ, ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ എന്താ സ്റ്റേറ്റ്മെന്റ് ചോദ്യം തന്നിട്ട് അതിൽ നിന്ന് ഏതൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ ഫാൾസ് ഏതൊക്കെയാന്നുള്ളത് ചോദ്യങ്ങൾ വരാം. ഓക്കെ, പിന്നെ അതിലെ വേറെ ടോപ്പിക്കാണ് പൊട്ടൻഷ്യൽ. മേ ബി അതിന്റെ ഡെറിവേഷൻസ് കാര്യങ്ങൾ ഇല്ല, പക്ഷെ അതിന്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കുക. പിന്നെ വരുന്ന ടോപ്പിക്കാണ് എന്ത്, എന്താണ് ഡൗട്ട് എന്താണ്? ഓക്കെ, കഴിഞ്ഞ എക്സാമിന് 53 മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നത്. ഓക്കെ, അത് പക്ഷെ നിങ്ങൾ ആലോചിക്കുക, 10 മാർക്ക് അതിൽ IT, 10 മാർക്ക് കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ടായിട്ടാണെന്ത്, അല്ലെങ്കിൽ പ്യുവറായിട്ട് 80 മാർക്കിനാണെന്ത് ഫിസിക്സ് കെമിസ്ട്രി വന്നിട്ടുള്ളൂ. എന്നിട്ടും കട്ട് ഓഫ് ആകെ 53 വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ കഴിഞ്ഞ ദിവസം വന്ന HST ഫിസിക്സ്, അതായത് നമ്മുടെ PG ലെവൽ എക്സാം ഒന്ന് വന്നിരുന്നു. അതിന്റെ കട്ട് ഓഫ് ഏകദേശം
ബിലോ 50 അല്ലെങ്കിൽ 42 അല്ലെങ്കിൽ 43 ആ റേഞ്ചൊക്കെയാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും കട്ട് ഓഫിനെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട. എന്തായാലും നമുക്ക് പഠിക്കാനുള്ള സിലബസ് ഇവിടെ ഉണ്ട്. ആ സിലബസ് അനുസരിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അല്ലാണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഈഗോ ഹർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ്, അല്ലെങ്കിൽ മേ ബി PG കഴിഞ്ഞാണ്, അപ്പൊ ഇങ്ങനെയൊക്കെ ഡെപ്തിൽ ചോദ്യങ്ങൾ വരാൻ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണ്ട, വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ PSന്റെ PYക്ക് നോക്കി നിങ്ങൾക്ക് ഒരു പാറ്റേൺ മനസ്സിലാവും. അത് നമ്മളെന്താ ഡിസ്കസ് ചെയ്യും. അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നമ്മളെ പഠനം ആ രീതിയിലേക്ക് മാറ്റി കൊണ്ടുകഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ പോർഷൻസ് ഒക്കെ നമുക്ക് തീർക്കാനും പറ്റും. അപ്പൊ എന്തായാലും പറഞ്ഞു വന്നത്, ഇലക്ട്രോ സ്റ്റാറ്റിക്സിൽ വരുന്നത് മെയിൻ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, പിന്നെ എന്താ പറയാ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ അതിൽ തന്നെ കപ്പാസിറ്റൻസ് ഇല്ലേ, കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻസ്, പിന്നെ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ, പിന്നെ അതിൽ നിന്ന് വേറെ വന്നിട്ടുള്ളത് ഇതിന്റെ സീരീസും പാരലൽ കോമ്പിനേഷൻ, ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് മേ ബി പ്രോബ്ലം ചോദിക്കാം. ഓക്കെ, പിന്നെ അടുത്താണത് നമ്മുടെ ട്രാൻസിയൻ കറണ്ട്, പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി. ഇതും ഇതേപോലെ എന്ത്, നമ്മുടെ ജസ്റ്റ് ഒറ്റ ടോപ്പിക് മാത്രമേ മെയിൻ ആ ചാപ്റ്ററിന് ഹെഡിങ് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ അതിൽ നമുക്ക് എന്ത് ഡെപ്തിൽ സബ് ടോപ്പിക് ലെവലിൽ ഇതും കവർ ചെയ്യാനുണ്ട്. ഇതൊക്കെ നമ്മളെ NCERT-യിലുള്ള ടോപ്പിക്സ് തന്നെയാണ്. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ബേസിക് ലെവലിൽ പഠിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ആലോചിച്ചറിയാം, നമ്മൾ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഡെറിവേഷൻസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെങ്കിലും കറണ്ട് ഇലക്ട്രിസിറ്റിയിലാണെങ്കിലും വരുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഇക്വേഷൻസ് മാത്രം അവിടെ പഠിച്ചു വെച്ചാൽ മതിയാവും. ജസ്റ്റ് ആ മെത്തേഡ് നിങ്ങൾ നോക്കി വെക്കുക. അതുപോലെ ഫൈനൽ റിലേഷനും ഓർത്ത് വെക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ എന്ത് സംഭവിക്കും, കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ തന്നെ നിങ്ങൾ ട്രാൻസ്ഫോമറിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. പിന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അതും നമുക്കറിയാം അതിന്റെ എങ്ങനെ അതിന് AC കറണ്ട് ഉണ്ടാക്കുന്ന ജനറേഷൻ, ആ കാര്യങ്ങൾ, പിന്നെ ജനറേറ്ററിന്റെ കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ബേസിക്കേ ഉണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ അതിന്റെ ആ ഗ്രാഫിന്റെ ആ ചിത്രം കാര്യങ്ങൾ, മേ ബി ഇപ്പോൾ എക്സാമിനൊക്കെ ഗ്രാഫും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഗ്രാഫും ജസ്റ്റ് ഇനി വരുന്ന എല്ലാ എക്സാമിനും മേ ബി ആ ലെവലിലും ചോദ്യങ്ങൾ വരാം. അപ്പം ഇനി നമ്മളെ ഈ ടോപ്പിക്സിൽ ഇപ്പൊ കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും കുറെ പല ഗ്രാഫ്സ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. എന്തായാലും ഓൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മുടെ NCERT റെഫർ ചെയ്താൽ മതിയാവും. അതിൽ തന്നെ എന്താ പറയാ, ഡെപ്തിലേക്ക് പോകണ്ട. പിന്നെ ഉള്ളതാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്. അതിലേതാ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ പണ്ടേ പഠിക്കുന്ന ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, പിന്നെ എന്താ പറയാ ഫെറോമാഗ്നറ്റിക്, ഫെറിയോമാഗ്നറ്റിക്, അങ്ങനെ ആ സബ്സ്റ്റൻസിന്റെ കാര്യങ്ങൾ, പിന്നെ അതിന്റെ ആ ഹിസ്റ്ററിസിസ് കർവ് കാര്യങ്ങൾ, ലൂപ്പ് കാര്യങ്ങൾ ചോദ്യം വരാം. ഓക്കെ, അപ്പൊ എന്തായാലും മെയിൻ ആയിട്ട് എന്താ പറയാ അതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, മാഗ്നറ്റീസിന്റെ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പാരാമാഗ്നറ്റീസിന്റെ പ്രോപ്പർട്ടി. ഓക്കെ, പിന്നെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്താണ്, ഇതിന്റെ ഇത് പ്രകടിപ്പിക്കുന്ന എലമെന്റ്സ് അല്ലെങ്കിൽ മെറ്റൽസ് ഏതൊക്കെയാന്നുള്ളതൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ അടുത്തതാണ് സെമി കണ്ടക്ടർ ഫിസിക്സ്. ഇതേതാ നമ്മുടെ ലാസ്റ്റ്, അതായത് +1 അല്ലെങ്കിൽ +2 ലാസ്റ്റ് ചാപ്റ്റർ ആണ് സെമി കണ്ടക്ടർ ഫിസിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എന്ന ചാപ്റ്റർ ഉണ്ട്. അതിൽ വരുന്നതാണ് നമുക്കറിയാം ഡയോഡ്സ്, ട്രാൻസിസ്റ്റർ, ആംപ്ലിഫയർ, ഓസിലേറ്റർ അല്ലെങ്കിൽ ലോജിക് ഗേറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവിടെ തന്നെ നിങ്ങൾ എന്താ ഡൗട്ട് എന്താണെന്ന് കൂടിയും കണ്ടില്ല. ഓക്കെ, അതായത് ഇവിടെ സെമി കണ്ടക്ടേഴ്സ് ഫിസിക്സിലാണെങ്കിലും നമുക്ക് എന്ത്, ഇവിടെ അതിന്റെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ മാത്രം ജസ്റ്റ് അത് നോക്കുക. അതായത് അതിന്റെ ഇൻട്രിൻസിക്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, പിന്നെ അത് ഏതൊക്കെയാണ്, N ടൈപ്പ് ഉണ്ട്, P ടൈപ്പ് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ അത് ഏതൊക്കെ എലമെന്റ്സ് ആണ് എന്നെന്ത് ചോദിക്കാറുണ്ട്, കാണിക്കുന്നത്. N ടൈപ്പ് കാണിക്കുന്ന അല്ലെങ്കിൽ ഡോപ്പ് ചെയ്യാൻ വേണ്ടി ഏത് എലമെന്റ് ആണ് യൂസ് ചെയ്യുക, ആ കാര്യങ്ങൾ. പിന്നെ ഡയോഡ്സിന്റെ കാര്യം, ട്രാൻസിസ്റ്റേഴ്സ്, ആംപ്ലിഫയർ, ഓസിലേറ്റേഴ്സ്, ലോജിക് ഗേറ്റ്സ്, ഇതിന്റെയൊക്കെ എന്താ ബേസിക് ലെവലിൽ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. അതായത് PSC പോയിന്റ് ഓഫ് വ്യൂവിന്റെ കാര്യമാണ് പറയുന്നത്. പിന്നെ ലോജിക് ഗേറ്റ്സിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ആ ഡയഗ്രാംസ് ചോദ്യം വരാം. അതായത് അതിന്റെ ട്രൂത്ത് ടേബിൾ ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവുമല്ലോ, ആൻഡ് ഗേറ്റ്, നാൻ ഗേറ്റ്, ഓർ ഗേറ്റ്, നോർ ഗേറ്റ്, അല്ലെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ് യൂണിവേഴ്സൽ ഗേറ്റ് വരുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം, മേ ബി ഇതിന്റെ ഡയഗ്രം തന്നിട്ട് അത് അതിന്റെ ഔട്ട്പുട്ട് എന്താ വരുന്നത്, ഇങ്ങനെയൊക്കെ ഇതിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ലോജിക് ഗേറ്റ്സ് ചോദ്യങ്ങൾ കാണാറുണ്ട്. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 2ന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സിലബസിൽ ഇത് കുറച്ച് ടോപ്പിക്
പോയിന്റ് ആയിട്ട് കൊടുത്തുവെങ്കിലും ബാക്കി ലെവലില് ഇത് അത്യാവശ്യം ഡെപ്തില് അല്ലെങ്കിൽ ലെങ്തി ആയിട്ടുള്ള ടോപ്പിക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അത് നോക്കണ്ടെന്നല്ല പറയുന്നത്, നിങ്ങൾ സ്ട്രെസ് കൊടുക്കേണ്ടത് PSC ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സ്ട്രെസ് കൊടുക്കേണ്ടത് എന്ത്, +2 NCERT അല്ലെങ്കിൽ +1 +2 NCERT തറവായിട്ട് എന്ത് ചെയ്യുക, നോക്കി പോവുക. അതേപോലെ എന്താ പറയുക, ഡെറിവേഷൻസ് കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്തായാലും മൊഡ്യൂൾ 2 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് പറയൂ. പിന്നെ ആരെ ചോദിച്ചിരുന്നു ക്ലാസ്സിൽ ഉണ്ടാവും എന്നുള്ളത്? ക്ലാസ്സിൽ ഉണ്ടാവും. അപ്പൊ ആദ്യം എന്താ വെച്ചാൽ ഇന്ന് തുടങ്ങാനായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് കുറെ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു, അതായത് സിലബസ് ഒരു ഐഡിയ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ തീരുമോ, അങ്ങനെയൊക്കെ മെസ്സേജ് ഇട്ടതുകൊണ്ടാണ് നമ്മൾ എന്താ ആദ്യം സിലബസ് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ എന്തൊക്കെ പഠിക്കണം. അല്ലെങ്കിൽ ഞാൻ തന്നെ ഫസ്റ്റ് നിങ്ങളോട് NCERT പോയി വായിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് പോയി വായിക്കാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടൂല. വെറുതെ ടൈം വേസ്റ്റ് ചെയ്തൊരു കാര്യമില്ല. അപ്പൊ നമ്മൾ മാക്സിമം PSC പോയിന്റ് ഓഫ് വ്യൂ തന്നെ പഠിച്ചെടുത്താൽ മതിയാവും. ഓക്കെ, എന്നാൽ ഈ മൊഡ്യൂൾ 3 പോട്ടെ. ഇത് ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്യൂട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത മൊഡ്യൂൾ 3, ഇതും ഫിസിക്സ് ടോപ്പിക്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ റേ ഒപ്റ്റിക്സ് അല്ലെങ്കിൽ ഒപ്റ്റിക്സിന്റെ പോർഷൻസ് ആണ്. ഫസ്റ്റ് രണ്ടെണ്ണം, അതായത് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിസ്പേർഷൻ, സ്കാറ്ററിങ്. അതുപോലെ പിന്നെ അതിന്റെ വേറെ പ്രോപ്പർട്ടി നമ്മൾ വേവ് ഒപ്റ്റിക്സിൽ പഠിക്കുന്നുണ്ട്, ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, പോളറൈസേഷൻ. അപ്പൊ ഇതിൽ നോക്കേണ്ട കാര്യം നമുക്ക് എന്ത്, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസ് കാര്യങ്ങൾ എക്സാമിന് വരാം. പിന്നെ നിങ്ങൾ റിഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ അവിടെ സ്നെൽസ് ലോ പറയുന്നുണ്ട്, അത് പഠിക്കേണ്ട ആവശ്യമുണ്ട്, സ്നെൽസ് ലോ. അതേപോലെ നിങ്ങൾ ഇതിൽ പറഞ്ഞിട്ട് ഡയറക്റ്റ് കൊടുത്തിട്ടില്ല, ഇപ്പൊ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അതായത് ലൈറ്റിന്റെ ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും അത് എന്താ ചെയ്യുക, അതിൽ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു എക്സാമിന് ഒരു ചോദ്യം എന്തായാലും എന്ത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻസ് വരാറുണ്ട്. അതുപോലെ ക്രിട്ടിക്കൽ ആംഗിളിന്റെ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഡിസ്പേർഷൻ. അപ്പോൾ അതായത് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു പ്രിസത്തിലൂടെ വൈറ്റ് ലൈറ്റ് കടന്നു പോകുമ്പോൾ അവിടെ ഡിസ്പേർഷൻ ഉണ്ടാവുന്ന പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുക? ഓക്കെ, ആ വയലറ്റിനാണോ അല്ലെങ്കിൽ റെഡിനാണോ? പിന്നെ നമ്മളിപ്പം റെയിൻബോ ഉണ്ടാവുന്ന അല്ലെങ്കിൽ എന്ത് പ്രിൻസിപ്പിൾ അടിസ്ഥാനത്തിലാണ് റെയിൻബോ ഉണ്ടാവുന്നത്? അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ബേസിക് കാര്യങ്ങൾ അതിൽ നിന്ന് വരാനുള്ളൂ. പിന്നെ സ്കാറ്ററിങ് ബേസിക് ആയിട്ട് ഇപ്പൊ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മുടെ ഇലാസ്റ്റിക് സ്കാറ്ററിങ് നമ്മൾ പഠിക്കുന്നുണ്ട്, അതുപോലെ ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ് പഠിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ ഈ ആകാശത്തിന്റെ നിറം നീല നിറാവാൻ കാരണം എന്താണ്? സ്കാറ്ററിങ് ആണോ, ഡിഫ്രാക്ഷൻ ആണോ, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ആണോ? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ വൈകുന്നേരങ്ങളിൽ ആകാശത്തിന്റെ നിറം അല്ലെങ്കിൽ അസ്തമയ സൂര്യന്റെ നിറം ഇങ്ങനെ ചുവന്ന നിറം അല്ലെങ്കിൽ ഓറഞ്ച് നിറമാവാൻ കാരണം, അല്ലെങ്കിൽ ആ നിറത്തിൽ കാണാൻ കാരണം എന്താണ്? അവിടെയൊക്കെ സ്കാറ്ററിങ്ങിന്റെ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. എന്തായാലും ഇങ്ങനെ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ആയാലും അവിടെ ചോദ്യം വരിക. അതേപോലെ ഇവിടെ എന്ത് പറയുന്നുണ്ട്, റേ ഓപ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയൊക്കെ +1 നമ്മൾ എന്ത് പഠിക്കുന്നതാണ്. അപ്പൊ അതെന്തായാലും പഠിച്ചെടുക്കുന്നത് ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം, അല്ലാണ്ട് ഒരുപാട് ലെങ്തിയിൽ പഠിക്കുന്ന വേണ്ട. നമുക്ക് എന്ത് ആ ലെൻസ് മേക്കേഴ്സ് ഫോർമുല അത് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. പിന്നെ എന്താ സ്വാഭാവികമായിട്ട് ഇതിൽ ലെൻസ് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കോൺകേവ്, കോൺവെക്സ് ലെൻസ് നോക്കണം. അതേപോലെ മിറേഴ്സ്, അതായത് പ്ലെയിൻ മിറർ, പിന്നെ കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, ഇതിന്റെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഓക്കെ ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിന്റെ കൂടുതൽ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, അത് പോയിന്റ് ഔട്ട് ചെയ്ത് അത് നോക്കണം. ഓക്കെ, കാരണം നമ്മൾ 10th പഠിക്കുന്നതാണല്ലോ. അപ്പൊ അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതേപോലെ ഇന്റർഫറൻസ്, അപ്പൊ അവിടെ വരുന്നപ്പോ നമ്മൾ പഠിക്കുന്നുണ്ട് മെയിൻ ആയിട്ട് ഫ്രിഞ്ചസിന്റെ കാര്യങ്ങളൊക്കെ, അതായത് യങ്സിന്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്റർഫറൻസ് പഠിക്കുന്നത് എവിടെ, നമ്മുടെ ന്യൂട്ടൺ സ്ട്രിങ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ, ന്യൂട്ടൺ സ്ട്രിങ്, എയർ ബ്രിഡ്ജ്, ഇതൊക്കെ ഡിഗ്രി ലെവലാണ് ആ ടോപ്പിക് വരുന്നത്. എന്നാൽ പോലും അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ കണക്ട് ചെയ്ത് പഠിക്കാം. ഇന്റർഫറൻസ്, അതുപോലെ ഡിഫ്രാക്ഷൻ ആണ് നമ്മൾ എന്ത് 2 ടൈപ്പ് ഡിഫ്രാക്ഷൻ പഠിക്കുന്നുണ്ട്, ഫ്രോണോഫറും ഡിഫ്രാക്ഷനും. പിന്നെ അടുത്ത എന്താ, ഫ്രോണോഫറും ഫ്രണൽ ഡിഫ്രാക്ഷൻ, 2 ഡിഫ്രാക്ഷൻസ് പഠിക്കുന്നുണ്ട്. പിന്നെ പോളറൈസേഷൻ ഓഫ് ലൈറ്റ്. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോളറൈസേഷൻ, ഇവിടെ നമുക്കറിയാം നമ്മുടെ സൗണ്ട് വേവ്സ് എന്ത് ചെയ്യുന്നില്ല,
പോളറൈസേഷൻ തരുന്നില്ല. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ടാണ്, അതിന്റെ റീസൺ എന്താണ്? പിന്നെ നമ്മളിപ്പോ ലൈറ്റ് പോളറൈസേഷൻ തരുന്നുണ്ട്, അതിന്റെ റീസൺ നമുക്കറിയാം. എന്താ ലൈറ്റ് എന്താണ്, ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ് നമുക്ക് പോളറൈസേഷൻ തരിക എന്നൊക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ അപ്പൊ ഈ കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. പിന്നെ ഇതിന്റെ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ചോദ്യം വരാറുള്ളതാണ് പോളറോയിഡ്സ്. അതായത് നമ്മളിപ്പോ സൺഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ സൺഗ്ലാസിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, അവിടെ എന്താ വരുന്നത്, പോളറൈസേഷൻ ആണ്. പിന്നെ അതിൽ തന്നെ എന്താ പറയാ, ഹാഫ് വേവ് അല്ലെങ്കിൽ ഫുൾ വേവ്, ആ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇതിന്റെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ അടുത്ത ടോപ്പിക്കാണ് ഫൈബർ ഒപ്റ്റിക്സ്, ലേസർ, പിന്നെ സ്പെക്ട്രോസ്കോപ്പിന്റെ ബേസിക് കാര്യങ്ങൾ. കാരണം നമുക്ക് സ്പെക്ട്രോസ്കോപ്പി സിലബസിൽ അടുത്ത് വരുന്ന സിലബസിൽ പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ മെയിനായിട്ട് നോക്കേണ്ടത് ഫൈബർ ഒപ്റ്റിക്സിന്റെ കാര്യങ്ങൾ, അതിന്റെ പ്രിൻസിപ്പിൾ, പിന്നെ ലേസേഴ്സ്. നമ്മളിപ്പോൾ ഡിഗ്രി ലെവലിൽ ലേസർ ഒന്നും ഡെപ്തിൽ പഠിക്കുന്നുണ്ട്. അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേസേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ലേസർ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് എന്താ, അതിന്റെ ഒപ്റ്റിക്കൽ മീഡിയം, ഇപ്പോൾ ഒരു സെമി കണ്ടക്ടർ ലേസർ ഉണ്ടാവും, അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ലേസർ ഉണ്ട്. അപ്പൊ പല ടൈപ്പ് ലേസേഴ്സ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ ഒപ്റ്റിക്കൽ മീഡിയ ഏതാണ്, അപ്പൊ അങ്ങനെ, അല്ലെങ്കിൽ ഏതൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്താൽ നമുക്ക് എന്താ അതിന്റെ വേവ് ലെങ്ത് റേഞ്ച്, റൂബി ലേസർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വേവ് ലെങ്ത് റേഞ്ച് ഏതിലാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ അതിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നെ ഡെപ്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഐൻസ്റ്റീൻ കോഎഫിഷ്യന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോയാൽ മതി. അല്ലാണ്ട് ഓവറായിട്ട് ഇതിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ലേസേഴ്സ് എന്ത് ചെയ്യണ്ട, ഓവറായി ഡെപ്തിൽ പോകുന്നു വേണ്ട. എന്നാലും ജസ്റ്റ് അതിന്റെ പല കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അറിഞ്ഞ് വെക്കുക. ഓക്കെ, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേസേഴ്സ്, അതിന്റെ വേവ് ലെങ്ത് റേഞ്ച് നമ്മൾ അറിയണം. പിന്നെ എന്താ പറയാ, അതിന്റെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, അതുപോലെ ഫൈബർ ഒപ്റ്റിക്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ കോറ്, ക്ലാഡിങ്, ആ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ എന്താ പറയുക, ന്യൂമറിക്കൽ അപ്പർച്ചർ, അതിൽ നിന്ന് മേ ബി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, പ്രോബ്ലം ചോദിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പിന്നെ രണ്ട് ടൈപ്പ് നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ പഠിക്കുന്നുണ്ട്, അതായത് സ്റ്റെപ്പ് ഇൻഡെക്സ് ഫൈബർ ഇല്ലേ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതും ഒരുപാട് ഡെപ്തിലേക്ക് പോകേണ്ട, ബേസിക് ലെവലിൽ നോക്കിയാൽ മതിയാവും. ഇനി അടുത്തത് നമ്മുടെ ചോദ്യം അല്ലെങ്കിൽ സിലബസ് പറഞ്ഞിട്ടുള്ളത് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. അതിൽ തന്നെ നമ്മൾ പഠിക്കുന്ന എന്ത്, കണ്ടക്ഷൻ എന്താ, കൺവെക്ഷൻ, റേഡിയേഷൻ, അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹീറ്റിന്റെ ട്രാൻസ്ഫോർമേഷൻ ആണ് പഠിക്കുന്നത്. പിന്നെ അതേപോലെ തെർമോഡൈനാമിക്സിന്റെ ഡിഫറെന്റ് ലോസ്, ലോ ഉണ്ട്, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ. പിന്നെ
ഹലോ, നെറ്റ് ഒന്ന് കട്ട് ചെയ്താണ്. ഹലോ, ഓഡിബിൾ ആണോ? ഹലോ, നെറ്റ്വർക്ക് കട്ട് ചെയ്ത. ഹലോ, ഓഡിബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? ഹലോ, നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു കൊടുക്കില്ല. ഓക്കെ. സോറി കേട്ടോ, നെറ്റ് ഒന്ന് കട്ട് ചെയ്താണ്. ഓക്കെ. 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 അപ്പൊ ഇനി മൊഡ്യൂൾ 3-ലെ ലാസ്റ്റ് ടോപ്പിക് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അതായത് നമ്മുടെ മാക്സ്വെൽ ബോൾസ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ അവിടെ നോക്കിയാൽ മതി. അതിൽ തന്നെ എൻസെമ്പിൾ, ഫേസ് സ്പേസ്, ഇതിന്റെ ബേസിക് പ്രോപ്പർട്ടീസ് ഒക്കെ ചോദിക്കാം. അതേപോലെ എം ബി സ്റ്റാറ്റിക്സിൽ നിന്ന് മേ ബി അതിൽ എന്ത് ചെയ്യാം, അതിന്റെ ഇക്വേഷൻസ് ഒക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ അത് എന്താ പറയാ, നമ്മുടെ സിലബസിൽ ഡിഗ്രി ലെവലിലാണ് മെയിൻ ആയിട്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും +2-ൽ കുറച്ചേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇത് ഈ ടോപ്പിക് എന്താ ചെയ്യുക, ഇത് അതുപോലെ റിലേറ്റിവിറ്റി ഒക്കെ നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ച കാര്യങ്ങൾ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുന്നത് നല്ലതാണ്. ഇനി അടുത്തത് മൊഡ്യൂൾ 4. 3-ൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ജസ്റ്റ് നെറ്റ് കട്ട് ആയതുകൊണ്ടുള്ള പ്രശ്നം. അതിന് അടുത്ത മൊഡ്യൂൾ 4. ഇവിടെ വരുന്നത് ഈ മൊഡ്യൂൾ 4-ന്റെ പ്രത്യേകത എന്താ വെച്ചാല്, നമുക്ക് എന്ത് ഇവിടെ കെമിസ്ട്രിക്കാരന് വളരെ എളുപ്പമാണ്, അതുപോലെ ഫിസിക്സാരന് ഈസിയുള്ള ടോപ്പിക്. കാരണം രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് മൊഡ്യൂൾ 4-ൽ ഉള്ളത്. അതായത് നമ്മൾ എന്ത് ആറ്റം മോഡൽ പഠിക്കുന്നുണ്ട്, അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ്, പിന്നെ ഹൈഡ്രജൻ സ്പെക്ട്ര ഇല്ലേ, അതായത് ലെയ്മാൻ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് സീരീസ് ഒക്കെ പല ടൈപ്പ് സീരീസ് പഠിക്കുന്നുണ്ട്. പിന്നെ ഇതിന് മുമ്പ് എക്സാം ചോദിച്ചിരുന്നു, അതായത് വിസിബിൾ റീജിയനിൽ കാണുന്ന ഹൈഡ്രജന്റെ ആ ലൈന് ഏതാണ് ചോദിക്കാം. അത് ലെയ്മാൻ ആണോ, ബാൾമർ ആണോ, അല്ലെങ്കിൽ UV റീജിയനിൽ വരുന്നത്, അല്ലെങ്കിൽ IR റീജിയനിൽ വരുന്ന ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ റീജിയൻ ഏതാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയി ചോദിച്ചതാണ് ഇതിനു മുമ്പ്, നമുക്ക് ഹൈഡ്രജന്റെ സ്പെക്ട്രം തന്നെ പല ടൈപ്പ് ഉണ്ടല്ലോ, ആൽഫ ബീറ്റ ഒക്കെ ഉണ്ടല്ലോ, അതിൽ തന്നെ അതിന്റെ വേവ് ലെങ്ത് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ ആറ്റം മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ്റം മോഡലിൽ തന്നെ എന്ത് ഇതില് ബോർ മോഡലാണ് പറഞ്ഞതെങ്കിലും നമ്മൾ ജസ്റ്റ് ഇവിടെ പഠിക്കുമ്പോൾ ഒന്ന് ബേസിക് തന്നെ, അല്ലെങ്കിൽ ആറ്റത്തിന്റെ ബേസ് എന്താ പറയാ കാലഘട്ട ക്രമത്തിൽ പഠിച്ചു പോവുക. അതായത് നമ്മൾ തോംസന്റെ പ്ലം പുഡിംഗ് മോഡല്, അതിന്റെ ഡ്രോബാക്സ് മുതൽ, പിന്നെ റൂദർഫോർഡിന്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, അത് ഇതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അത് ജസ്റ്റ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ എന്ത് ഇതിന്റെ പോസ്റ്റ്ലേറ്റ്സ്, പിന്നെ ബോറാറ്റം മോഡൽ, അതിൽ തന്നെ അതിൽ മെയിൻ ആയിട്ട് എന്ത് ഒരു ഇക്വേഷൻ വരുന്നുണ്ടല്ലോ, ആംഗുലർ NH/2π എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ. എന്തായാലും ഇത് പഠിക്കണം. അതുപോലെ പിന്നെ അഡ്വാൻസ് സ്റ്റഡി വരുന്നതാണ് വെക്ടർ ആറ്റം മോഡൽ. നമ്മൾ മെയിൻ ആയിട്ട് ഡിഗ്രി ലെവലിലാണ് എന്ത് വെക്ടർ ആറ്റം മോഡലൊക്കെ പഠിക്കുന്നത്. എന്തായാലും അത് ജസ്റ്റ് എന്താ അഡ്വാൻസ്ഡ് കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ ഹൈഡ്രജൻ സ്പെക്ട്ര, അതും ഇതേപോലെ എന്ത് അതിന്റെ മെയിൻ ആയിട്ട് വേവ് ലെങ്ത് കാര്യങ്ങൾ അറിഞ്ഞു വെക്കണം. ഏതൊക്കെ റീജിയനിലാണ് അത് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഏതൊക്കെ സീരീസ് ആണ്, അല്ലെങ്കിൽ IR-ൽ അല്ലെങ്കിൽ വിസിബിളിൽ വരുന്ന ലൈൻ ഏതാണെന്നുള്ളതൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ അടുത്തത് എന്ത് ന്യൂക്ലിയർ ഫിസിക്സ് എന്നുള്ള ടോപ്പിക്സ് ആണ്. ന്യൂക്ലിയർ സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ്, റേഡിയോ ആക്ടിവിറ്റി, ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ, എലമെന്ററി പാർട്ടിക്കിൾസ്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ് എന്ത് ന്യൂക്ലിയർ സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ചോദിക്കുമ്പം മെയിൻ ആയിട്ട് ഇവിടെ സ്ഥിരമായിട്ട് എക്സാം ചോദിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്നതാണ് എന്ത് ഐസോബാർ, അല്ലെങ്കിൽ ഐസോടോപ്പ് ഏതാണ്, ഏതൊക്കെ എലമെന്റ് തന്നിരിക്കുന്ന എലമെന്റിൽ ഏതൊക്കെയാണ് ഐസോബാർ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഐസോടോപ്പ് കാണിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. പിന്നെ ഇതിൽ തന്നെയാണ് എന്ത്
നമ്മുടെ ആൽഫ, ഡി കെ, ബീറ്റ, ഡി കെ പഠിക്കുന്നുണ്ട്, റേഡിയോ ആക്ടിവിറ്റി പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ പ്രോപ്പർട്ടീസ്, ആൽഫറേന്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ഇതിൽ ഏറ്റവും കൂടുതൽ പെനിട്രേറ്റിംഗ് പവർ ഉള്ളത് ആർക്കാണ്, അതുപോലെ ബീറ്റ, ഡി കെ, അതിന്റെ ഇക്വേഷൻസ്, അതിന്റെ ആ റിയാക്ഷന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, അതും ജസ്റ്റ് എന്ത് ചെയ്യുക, എക്സാമിന് ചോദിക്കാറുണ്ട്. അതെന്തായാലും പഠിച്ചു വെക്കുക. പിന്നെ ഗാമ ഡി കെ അല്ലെങ്കിൽ ആ കാര്യങ്ങളും അറിഞ്ഞു വെക്കുക. പിന്നെ എന്താ മെയിൻ ആയിട്ട് ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും. ഇവിടെ നമുക്ക് റിയാക്ടർ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ ഓടിച്ച് പഠിക്കുന്നത് നല്ലതാണ്. പിന്നെ അതിൽ തന്നെ ഇതിൽ നിന്ന് ചോദ്യം വരാനുള്ളത് ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ്. ന്യൂക്ലിയർ ഫിഷൻ അവിടെ നടക്കുന്നു, അതിപ്പോ സണ്ണിൽ നടക്കുന്ന അല്ലെങ്കിൽ സ്റ്റാർസിൽ നടക്കുന്ന റിയാക്ഷൻ ഏതാ, ഫിഷൻ ആണോ ഫ്യൂഷൻ ആണോ, അല്ലെങ്കിൽ നമ്മൾ ഹൈഡ്രജൻ ബോംബ് അല്ലെങ്കിൽ ആറ്റം ബോംബിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്. അപ്പൊ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ബേസിക് ആയ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും ഇതും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരുപാട് ഡെപ്തിൽ പഠിക്കണ്ട. പിന്നെ വേറെ കാര്യം വിട്ടുപോയി, നമ്മളിപ്പോ ന്യൂക്ലിയർ ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് വരുന്നതാണ് എന്ത്, ബൈൻഡിങ് എനർജി കർവ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അതെന്തായാലും എന്ത് ചെയ്യണം, അത് തറവായിട്ട് പഠിക്കണം. പിന്നെ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ കാര്യങ്ങൾ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അതെന്തായാലും പഠിക്കൽ നിർബന്ധമാണ്, അത് പഠിക്കണം. പിന്നെ N/P റേഷ്യോ, അപ്പൊ അതെന്തായാലും നമുക്ക് കെമിസ്ട്രിന്റെ സിലബസിൽ ആ പോർഷൻ വരുമ്പോൾ അത് വരുന്നുണ്ട്. എന്തായാലും ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ എലമെന്ററി പാർട്ടിക്കിൾസ് നമ്മൾ ഡിഗ്രിയിൽ നന്നായിട്ട് പഠിക്കുന്നതാണ്. അതായത് ഇപ്പോ ലെപ്റ്റോൺസ്, ബേരിയോൺസ്, അതിൽ തന്നെ ഏതൊക്കെയാണ് ലെപ്റ്റോൺസ്, അതിന്റെ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുക. ഓക്കെ. പിന്നെ അതിന്റെ ഡെപ്തിലേക്ക് പോകണ്ട, അതായത് കോർക്സ് അല്ലെങ്കിൽ കോർക്ക് മോഡലും അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റാൻഡേർഡ് മോഡൽ, ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക. പക്ഷെ ഒരുപാട് ഡെപ്തിലേക്ക് ഒന്നും എന്ത് ചെയ്യേണ്ട, നമുക്ക് കവർ ചെയ്യേണ്ട കാര്യമില്ല. എന്തായാലും അതിന്റെ ബേസിക് ഒന്ന് അറിഞ്ഞു വെച്ചാൽ നല്ലതാണ്. പിന്നെ അടുത്ത ടോപ്പിക് ആണെന്ത്, നമ്മുടെ സോളിഡ്സിന്റെ ബേസിക് അല്ലെങ്കിൽ ക്രിസ്റ്റലിന്റെ കാര്യങ്ങൾ മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ തന്നെ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്, ക്രിസ്റ്റൽ സിമ്മട്രീസ് വരുന്നുണ്ട്. പിന്നെ മില്ലർ ഇൻഡിസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് എക്സാം ചോദിക്കാം. പിന്നെ ബ്രവൈസ് ലാറ്റിസ്, ബ്രാക്സ് ലോ നമ്മൾ പഠിക്കുന്നതാണ്, ബ്രാക്സ് ലോന്റെ ആ ഇക്വേഷൻസ് കാര്യങ്ങൾ. പിന്നെ എന്താ പറയുക, അതിന്റെ ആപ്ലിക്കേഷൻസ് നമ്മളിപ്പോ ബ്രാക്സ് ലോ യൂസ് ചെയ്യുന്ന എന്താ, ഒരു ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ബ്രാക്സ് ലോ യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ എക്സ്റേ യൂസ് ചെയ്യുന്നത്, അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതിന്റെ ആപ്ലിക്കേഷൻ അഡ്വാൻസ്ഡ് ആ കാര്യങ്ങൾ അറിഞ്ഞു വെക്കാൻ നല്ലതാണ്. പിന്നെ പാക്കിംഗ് ഫ്രാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മളിപ്പം FCC സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്, അതുപോലെ FCC പഠിക്കുന്നുണ്ട്, ഫേസ് സെന്റർഡ് ക്യൂബിക്, BCC, പിന്നെ HCP ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും പല ടൈപ്പ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അറേഞ്ച്മെന്റ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ എന്താ ചെയ്യുക, പാക്കിംഗ് നല്ലതാണ്. എന്തായാലും സ്ഥിരമായിട്ട് ഇതിന്റെ മുമ്പത്തെ ഇപ്പൊ ഡിഗ്രി ആവട്ടെ, PG ലെവൽ എക്സാം ആവട്ടെ, HSTക്കും അതിന് മുമ്പത്തെ സയന്റിഫിക് ഓഫീസറിനൊക്കെ വന്നിരുന്നു പാക്കിംഗ് ഫ്രാക്ഷൻ എന്നൊക്കെ. അപ്പൊ എന്തായാലും അത് അറിഞ്ഞിരിക്കുക. പിന്നെ അതിൽ തന്നെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് നോക്കേണ്ട, കോർഡിനേഷൻ നമ്പർ എത്രയാണ്, എത്ര ആറ്റംസ് ഉണ്ട്. ഈ അടുത്ത ടോപ്പിക് ആണ് എന്ത്, ആക്ടിവിറ്റി ജസ്റ്റ് ഒരു ടോപ്പിക് മാത്രമല്ല, ഒരു ലെങ്തി ടോപ്പിക് ആണ്. അപ്പൊ അതിൽ തന്നെ നിങ്ങൾ എന്ത് ആലോചിക്കണം, അതിൽ തന്നെ മേസണർ എഫക്ട്, ജോസഫ്സൺ എഫക്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ടല്ലോ സൂപ്പർ കണ്ടക്ടിവിറ്റീസിന്റെ കാര്യത്തിൽ. അപ്പൊ അത് അറിഞ്ഞു വെക്കണേ. എന്തായാലും അത് നമ്മൾ കവർ ചെയ്യണം. പിന്നെ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിൽ ആ ടെമ്പറേച്ചർ പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ക്യൂറി ടെമ്പറേച്ചർ ആണോ, എന്തായാലും നമ്മൾ ടെമ്പറേച്ചർ ഇതിന്റെ ഒരു മീൻ ലിമിറ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ അത് എന്തായാലും അറിഞ്ഞു വെക്കുക. പിന്നെ സൂപ്പർ കണ്ടക്ടിവിറ്റി തന്നെ എന്തുണ്ട്, 2 ടൈപ്പ് സൂപ്പർ കണ്ടക്ടിവിറ്റി നമ്മൾ പഠിക്കുന്നതാണ്, അത് നോക്കാം. പിന്നെ ഇതിൽ ഫസ്റ്റ് പറഞ്ഞ ആ ക്രിസ്റ്റൽ സ്ട്രക്ചറിന്റെ കാര്യത്തിലാണെങ്കിൽ അതിൽ തന്നെ എന്ത്, നിങ്ങൾ ആ കമ്പാരിസൺ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്ട്രക്ചേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. റോംബോഹീഡ്രൽ അല്ലെങ്കിൽ റോംബസിനെ പല ടൈപ്പ് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന് പുറമെ പിന്നെ നമ്മൾ എന്ത്, അമോർഫസും ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ കമ്പാരിസൺ ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് എന്തായാലും കവർ ചെയ്ത് പോവുക. പിന്നെ മില്ലർ ഇൻഡിസസ് ആണെങ്കിൽ സ്ഥിരമായിട്ട് ഇതിൽ നിന്ന് എന്ത് ചോദ്യം വരുന്ന ഏരിയയാണ് മില്ലർ ഇൻഡിസസ്. പിന്നെ ക്രിസ്റ്റൽ സിമ്മട്രി നമ്മൾ എന്താ ഡിഗ്രി ലെവൽ ടോപ്പിക് ആണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് അതിന്റെ ഇൻവേർഷൻ സിമ്മട്രി, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ബേസിക് അറിഞ്ഞ് വെച്ചാൽ മതിയാവും. അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് മില്ലർ ഇൻഡിസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മുടെ പാക്കിംഗ് ഫ്രാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സൂപ്പർ കണ്ടക്ടിവിറ്റിയിൽ നിന്ന് എന്ത് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യങ്ങൾ വരാം. ഓക്കെ. പിന്നെ അടുത്തതാണെന്ത്, വേവ് നേച്ചർ ഓഫ് മാറ്റർ അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിൾ. അത് പ്രത്യേകിച്ച് വലിയ കോംപ്ലിക്കേഷൻ ഉള്ള കാര്യമില്ല, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലെ കാര്യങ്ങൾ പഠിക്കുന്നതാണ്, അൺസർട്ടൈനിറ്റി പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ. അതെന്തായാലും പിന്നെ അതുപോലെ നമ്മളെന്ത് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ, നമ്മൾ ഡി ബ്രോഗ്ലി ഇക്വേഷൻ ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് വേവ് നേച്ചറിൽ അവിടെ പഠിക്കുമ്പോൾ എന്തായാലും
ഇപ്പൊ നമ്മുടെ NCERT-യിലെ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആ ചാപ്റ്റർ എന്തായാലും കവർ ചെയ്യുക. അതിൽ വരുന്ന ടോപ്പിക്കാണ് ഈ വേവ് നേച്ചർ ഓഫ് മാറ്റർ, അതുപോലെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒക്കെ. ഓക്കെ, അതായത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണല്ലോ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് കാണപ്പെടുന്നില്ല. അതിന്റെ റീസൺ എന്താണെന്നുള്ളതൊക്കെ അത് ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ വെച്ചാണ് നമ്മൾ പ്രൂവ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അല്ല ഡയറക്റ്റ് ഇക്വേഷൻ മാത്രമല്ല, ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ആ ഇക്വേഷൻ, അങ്ങനെ ആ ഇക്വേഷൻ മാത്രമല്ല, ഇതിന്റെ ആപ്ലിക്കേഷൻസ് കൂടി ചെയ്യണം, നമ്മൾ കവർ ചെയ്ത് പോകണം. പിന്നെ ഇതിൽ നിന്ന് മേ ബി എന്താ പറയാ, ഡി ബ്രോഗ്ലി ഇക്വേഷൻ വെച്ചുകൊണ്ട് വേവ് ലെങ്ത് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ മൊമെന്റ് കണ്ടുപിടിക്കാനോ അങ്ങനെയൊക്കെ ചെയ്യാം, ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ മൊഡ്യൂൾ 4ന്റെ കാര്യത്തിൽ ഇത്രേ പറയാനുള്ളൂ. അപ്പൊ ഇതിൽ നമുക്ക് കവർ ചെയ്യേണ്ട NCERT ചാപ്റ്റേഴ്സ് പറയാന്നുണ്ടെങ്കിൽ, ആറ്റം എന്നുള്ള ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ന്യൂക്ലിയർ എന്നുള്ള ചാപ്റ്റർ കവർ ചെയ്യുക. പിന്നെ സോളിഡ്സ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതാണ്. പിന്നെ വേവ് നേച്ചർ വരുന്ന ചാപ്റ്റർ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, ആ ചാപ്റ്ററിലാണ് വേവ് നേച്ചർ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയി കവർ ചെയ്യാം. ഏറ്റവും നന്നായിട്ടുള്ള നല്ല ബുക്കാണ്. നിങ്ങൾ ആർത്തർ ബേസർ പഠിച്ചിട്ടുണ്ടാവും ഡിഗ്രിയിലൊക്കെ. അപ്പൊ ആർത്തർ ബേസർ റെഫർ ചെയ്താൽ നല്ലതാണ്. അപ്പം അത് ഞാൻ പറയാം, ഇതിലൊക്കെ ഈ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടാവും. അതായത് ഡിഗ്രി PG ലെവൽ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഡെപ്തിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത്ര ഡെപ്തിൽ PSC പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാറില്ല. അപ്പൊ അതൊന്ന് നോക്കി വെക്കുക. പക്ഷെ വേറെ കാര്യമുള്ളത്, അതിന്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ, അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോൺ എന്തുകൊണ്ട് കാണപ്പെടുന്നില്ല, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ പഠിച്ചു പോകുന്നത് നല്ലതാണ്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ റിലേറ്റിവിറ്റിന്റെ ഒരു കേസ് പഠിച്ചിരുന്നു. അതില് നമുക്കറിയാം, ഇപ്പോ ന്യൂട്രിനോ, മാസ്ലെസ് ആയ പാർട്ടിക്കിൾസിന്, ഇപ്പൊ ഫോട്ടോൺസ് ആവട്ടെ അല്ലെങ്കിൽ ന്യൂട്രിനോ, ഇതിനൊക്കെ അല്ലെങ്കിൽ സ്പീഡ് ലൈറ്റിന്റെ സ്പീഡായിട്ടാണ് വരുന്നത്. V=c ആണ് വരുന്നത്. ഈ ഇക്വേഷൻ ശരിക്കും എവിടുന്നാ വന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ഇക്വേഷൻ വരുന്നത് എവിടുന്നാ? നമ്മുടെ റിലേറ്റിവിറ്റിന്റെ ഇക്വേഷൻ എന്നാണ് ഇത് ഡിറൈവ് ചെയ്ത് വരുന്നത്. അവിടെ എനർജിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. റെസ്റ്റ് മാസ് എനർജി പ്ലസ് P² C⁴ എന്നൊക്കെ പറഞ്ഞാൽ ഇക്വേഷൻ പഠിക്കുന്നുണ്ടാവും. അവിടെ നമുക്കറിയാം, ഇപ്പൊ ന്യൂട്രിനോ ആവട്ടെ, അതിനൊക്കെ റെസ്റ്റ് മാസ് 0 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ എനർജി എന്ന് പറഞ്ഞാൽ എന്താ വരിക? P² C⁴ എന്ന് വരും. അപ്പൊ അതിൽ നിന്നൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് C എന്നുള്ള അല്ലെങ്കിൽ അവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ന്യൂട്രിനോന്റെ ഒക്കെ വെലോസിറ്റി പറഞ്ഞാൽ എന്താണ്? V=c എന്ന് പറഞ്ഞാൽ വരും. അപ്പൊ അങ്ങനെയൊക്കെ ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ കാര്യങ്ങൾ, ഈ വക കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾ നോട്ടീസ് ചെയ്ത് പോകണം. അത് പഠിക്കുമ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധ കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ മൊഡ്യൂൾ 4ന്റെ കാര്യം ഓക്കെ അല്ലേ? ഇനി പറയണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഫിസിക്സിന്റെ ഏരിയാസ് ആയിരുന്നു. ഇനി അടുത്തത് മൊഡ്യൂൾ 5 മുതലാണ് ശരിക്ക് ഏത് വരുന്നത്? കെമിസ്ട്രി ടോപ്പിക്സ് വരുന്നത്. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾ 5-ല് ഫസ്റ്റ് ക്വാണ്ടം മെക്കാനിക്സിൽ ടോപ്പിക്സും ഉണ്ട്, സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, പിന്നെ അതേപോലെ സോളിഡ് സ്റ്റേറ്റ് അതിൽ വരുന്നുണ്ട്, പിന്നെ സൊല്യൂഷൻ ആൻഡ് ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ്, പിന്നെ അനലിറ്റിക്കൽ കെമിസ്ട്രി, ക്രോമറ്റോഗ്രഫി, പിന്നെ ഇനോർഗാനിക് എന്നുള്ള പോർഷൻസ് വരുന്നുണ്ട്. എൻവയോൺമെന്റൽ കെമിസ്ട്രിന്റെ ടോപ്പിക്സും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ മൊഡ്യൂൾ 5 ഒക്കെ അത്യാവശ്യം ലെങ്തി മൊഡ്യൂൾ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് തുടക്കം മുതൽ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ ഇവിടെ ക്വാണ്ടം മെക്കാനിക്സ് പൊതുവെ എല്ലാവർക്കും ടഫുള്ള വിഷയമാണ് അല്ലേ? അല്ലെങ്കിൽ പൊതുവെ ആൾക്കാർ പഠിക്കാൻ മടിക്കുന്ന ഒരു ഏരിയ ആണ് ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ചോദ്യങ്ങൾ വന്നാൽ അത് നിങ്ങൾക്ക് എന്തായാലും മോസ്റ്റ്ലി റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ വരാം. ഓക്കെ, അതായത് ബേസിക് ആയ കാര്യങ്ങൾ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ അവിടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ പഠിക്കുന്നുണ്ടാവും. അതിൽ തന്നെ എന്താ പറയാ, ഒരു പൊട്ടൻഷ്യൽ ലെവലിലെ എനർജി ഒക്കെ പഠിക്കുന്നുണ്ടാവും. 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ലെവൽ, അല്ലെങ്കിൽ പാർട്ടിക്കിളിന്റെ ബോക്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ആ എനർജിന്റെ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് എക്സാം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് പൊട്ടൻഷ്യൽ ലെവലിലെ അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ ബോക്സിന്റെ എനർജിന്റെ ഇക്വേഷൻ എന്താണ്, അല്ലെങ്കിൽ മേ ബി ചിലപ്പോൾ എന്നിന്റെ വാല്യൂ ഫസ്റ്റ്, അല്ലെങ്കിൽ എന്നിന്റെ വാല്യൂ 1 അല്ലെങ്കിൽ 2 ഒക്കെ തരാം. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തരികയാണെന്നുണ്ടെങ്കിൽ അത് മേ ബി പ്രോബ്ലം ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ പഠിച്ചാൽ മതിയാവും. പിന്നെ ഇതിൽ ബേസിക് ആയിട്ട് ഇതിന്റെ ഐഗൻ ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ ഐഗൻ വാല്യൂസ്, ഇതിന്റെയൊക്കെ ഡെഫിനിഷനും അല്ലെങ്കിൽ ബേസിക് പ്രോപ്പർട്ടീസ് പഠിച്ചാൽ മതിയാവും. അതുപോലെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസിക് പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്, അത് അറിഞ്ഞു വെക്കുക, അത് നല്ലതാണ്. അതേപോലെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ, അതും നിങ്ങൾക്ക് ഒരുപാട് ഡെറിവേഷൻസ് വരുന്ന ഏരിയയാണ്. പക്ഷെ ഈ നമുക്ക് ഇവിടെ ഫിംഗർ പ്രിന്റിന്റെ കേസിൽ നിങ്ങൾ ജസ്റ്റ് ആ ഇക്വേഷൻസ്
മാത്രം, പിന്നെ അതിന്റെ ബേസിക് ആയ 1-2 കോൺസിക്വൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് അറിഞ്ഞ് വെച്ചാൽ മതിയാവും. അതിൽ തന്നെ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഏതാ, പാർട്ടിക്കിൾ ഇൻ 1-dimensional ബോക്സ്. അത് വളരെ നിർബന്ധമാണ്. അത് സംഗതി വലിയ ടഫുള്ള ഏരിയ എന്നല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഡെറിവേഷൻ നോക്കണ്ട, ആ ഇക്വേഷൻ മാത്രം. ഞാൻ വീണ്ടും പറയണോ, നിങ്ങൾ ആ ഇക്വേഷൻസ് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നോർമലൈസേഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ നമ്മൾ പഠിക്കുന്നത്, അതായത് നിങ്ങൾ സൈ സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞ വേവ് ഫംഗ്ഷൻ പഠിക്കുന്നുണ്ടാവും. അതിന്റെ വാല്യൂ നോർമലൈസ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ 1 ആണ്, മാക്സിമം വാല്യൂ പ്രോബിലിറ്റി ചെയ്യുമ്പോൾ 1 ആണ് വരിക എന്നൊക്കെ പഠിക്കുന്നുണ്ട്. എന്തായാലും ജസ്റ്റ് അവിടെയും ഇതേപോലെ എന്ത് പ്രോബിലിറ്റി ഡെൻസിറ്റി സൈ സ്ക്വയർ എന്നുള്ള കാര്യമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വെച്ചാൽ മതിയാവും. പിന്നെ അടുത്ത വരുന്നതാണ് എന്ത്, ഹൈഡ്രജൻ ആറ്റത്തിന്റെ വേവ് ഇക്വേഷൻ, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. അതായത് ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ ആണല്ലോ ഈ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കാര്യമൊക്കെ വരുന്നത്. അപ്പം അതൊക്കെ എന്ത് ചെയ്യുക, അറിഞ്ഞു വെക്കുക. പിന്നെ അതേപോലെ അടുത്ത ടോപ്പിക് ഇപ്പം എന്താ പറയാ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്, പോളർ കോർഡിനേറ്റ്, അതൊക്കെ ജസ്റ്റ് ആ കൺവേർഷൻ മാത്രം മതിയാവും. അതൊക്കെ ജസ്റ്റ് ഒരു വെറുതെ പേര് മാത്രം കൊടുത്തു എന്നുള്ളൂ. അത് നിങ്ങൾ അത്ര സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ കൺവേർഷൻ മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഏത് കാർട്ടീഷ്യൻ കോർഡിനേറ്റും പോളർ കോർഡിനേറ്റ് തമ്മിലുള്ള ആ റിലേഷൻ മാത്രം. പിന്നെ അടുത്തത് വരുന്നതാണെന്ത്, വളരെ ഈസി ടോപ്പിക്ക്, ഏത് ഓർബിറ്റൽ ക്വാണ്ടം നമ്പേഴ്സ്. ഇത് നമ്മൾ പഠിക്കുന്നതാണല്ലോ. അതായത് നമ്മൾ NALM പറഞ്ഞൊക്കെ ക്വാണ്ടം നമ്പേഴ്സ് മെയിൻ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം ഇത് പഠിച്ചു വെക്കുന്നത് വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമാണ്. പിന്നെ ഡിഫറെന്റ് എനർജി ലെവൽസ്, പിന്നെ ഇവിടെ കൊടുത്ത ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ. ഇത് നമ്മൾ പൊതുവെ ഡിഗ്രി ലെവലിലെ, ഡിഗ്രി PG ലെവലിലേക്കാണ് ഇത് വരുന്നത്. അപ്പൊ ഇതും നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിന്റെ ആ ഇക്വേഷൻ, ഫൈനൽ ഇക്വേഷൻ, അതുപോലെ അതിന്റെ ആ ആപ്ലിക്കേഷൻ എവിടേക്ക് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ ഓർത്ത് വെച്ചാൽ മതിയാവും. അല്ലാണ്ട് ഇത് അയ്യോ ഈ ടോപ്പിക് ഉണ്ട് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണ്ട, നോക്കാതിരിക്കണ്ട. നമുക്ക് ഇതിൽ നിന്നൊക്കെ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഏരിയ അത്രേ ഉള്ളൂ. ഇനി അടുത്തത് പിന്നെ ഇതിന്റെ റെഫറൻസ് ബുക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അരുൾദാസിന്റെ ബുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ബുക്കിന്റെ പേര് മറന്നല്ലോ, എന്തായാലും ഗ്രൂപ്പിലിടാം. പിന്നെ അടുത്ത ടോപ്പിക്കാണ് സ്പെക്ട്രോസ്കോപ്പി. ഇതും നമുക്ക് 4 സ്പെക്ട്രോസ്കോപ്പി പഠിക്കുന്നുണ്ടല്ലോ, റൊട്ടേഷണൽ, വൈബ്രേഷണൽ, രാമൻ, ഇലക്ട്രോണിക്, NMR സ്പെക്ട്രോസ്കോപ്പി. അപ്പൊ ഇതിന്റെയൊക്കെ എന്ത് ചെയ്യുക, പ്രത്യേകം നോക്കുക, ഇവിടെ അതിന്റെ ബേസിക് പ്രിൻസിപ്പിളും ആപ്ലിക്കേഷനും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ സ്പെക്ട്രോസ്കോപ്പിയിലെ എല്ലാ കാര്യത്തിനും, അതായത് രാമനാവട്ടെ, ഇലക്ട്രോണിക് ആവട്ടെ, NMR ആവട്ടെ, ഇതിന്റെയൊക്കെ ബേസിക് ഐഡിയാസും അതുപോലെ അതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്. പിന്നെ അതിന്റെ വേവ് റീജിയൻ, പിന്നെ അതിന്റെ ഇക്വേഷൻസ് വരുന്നുണ്ടല്ലോ, അതൊക്കെ എക്സാമിന് ചോദ്യം വരാറുള്ളതാണ്. ഓക്കെ, റൊട്ടേഷണൽ അതിന്റെ എനർജി വരുന്നത് എവിടേക്കാണ്, പിന്നെ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോട്ടീസ് ചെയ്ത് പോവുക. പിന്നെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ക്വാണ്ടം മെക്കാനിക്സും സ്പെക്ട്രോസ്കോപ്പിയും ഇതും നമുക്ക് എന്ത് NCERT-യിൽ ഇത് കവർ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ അത് ഡിഗ്രിയിൽ നിങ്ങൾ എന്ത് പഠിക്കുന്നതാണ്. അപ്പൊ അത് ഈ പോർഷൻ മാത്രം, മൊഡ്യൂൾ 5 ഈ ടോപ്പിക്സ് രണ്ടും എന്ത് ചെയ്യണം, ഡിഗ്രി ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റെഫർ ചെയ്താൽ മതിയാവും. ഓക്കെ, പിന്നെ ഇതിൽ തന്നെ സ്പെക്ട്രോസ്കോപ്പിന്റെ നല്ലൊരു ബുക്ക് പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ ബാൻവെലിന്റെ ബുക്ക് കേട്ടിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി പഠിക്കുന്നതാണ്. മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി പറഞ്ഞ ബാൻവെലിന്റെ ബുക്ക് നല്ല ബുക്കാണ്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. പിന്നെ ക്വാണ്ടം മെക്കാനിക്സ് ആണെങ്കിൽ GR അരുൾദാസിന്റെ ബുക്ക് നല്ലതാണ്. പിന്നെ സെറ്റ്ലിന്റെ ബുക്കും കുഴപ്പമില്ല. എന്തായാലും അതിന്റെ റെഫറൻസ് ബുക്കുകൾ നമ്മൾ എന്ത് ചെയ്യാം, ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ, ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ വലിയ ലെങ്തി ടോപ്പിക്സ് ആട്ടോ, പക്ഷെ നിങ്ങൾക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചേ പഠിക്കാനുള്ളൂ. ഓക്കെ, പിന്നെ അടുത്തത് സോളിഡ് സ്റ്റേറ്റ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, നമ്മളിപ്പം ഇതിന് മുമ്പത്തെ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. അപ്പൊ അതിൽ പറഞ്ഞ അതേപോലെ തന്നെ മോളിക്യൂൾസിന്റെ ഡിഫറെന്റ് സിമ്മട്രീസ്, പിന്നെ ഡിഫറെന്റ് ടൈപ്സ്, നമ്മളിപ്പോൾ അമോർഫസ് സോളിഡ്, ക്രിസ്റ്റലൻ സോളിഡ്, അതിന്റെ പ്രോപ്പർട്ടീസ്. പിന്നെ ഇവിടെ ഇപ്പൊ സ്ട്രക്ചേഴ്സ് പഠിക്കാന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഡയമണ്ട് സ്ട്രക്ചർ പഠിക്കുന്നുണ്ടാവും, അതേപോലെ NaCl സ്ട്രക്ചർ ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് ഇവിടെ നോക്കി പോകണം. പിന്നെ ഡിഫെക്ട്സ് ഇൻ ക്രിസ്റ്റൽസ്, അത് നമ്മളിപ്പോ പല ടൈപ്പ് പഠിക്കുന്നുണ്ടല്ലോ, ഫ്രങ്കൽ ഡിഫക്റ്റ് പഠിച്ചിട്ടുണ്ട്, ഷോക്കി ഡിഫക്റ്റ് പഠിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം നോക്കേണ്ടത്, പുതിയ NCERT-യിൽ എന്തില്ല, ഈ സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള കാര്യം പുതിയ NCERT-യിൽ ഇല്ല. അതിപ്പം റാഷണലൈസ് ചെയ്തപ്പം ആ ടോപ്പിക്സ് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ സോളിഡ് സ്റ്റേറ്റ് ഇത് കിടക്കുന്നത്
നമ്മൾ പണ്ട് പഠിച്ച, ചിലപ്പോൾ നിങ്ങളെ പഠിച്ചിട്ടുണ്ടാവും, ഞാൻ പഠിച്ചിരുന്നു. എന്തായാലും പണ്ടത്തെ SCERT NCERT എന്തുണ്ട്, ഈ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്, സോളിഡ് സ്റ്റേറ്റ് എന്നുള്ളത്. അപ്പൊ ഇത് എനിക്ക് ഒന്നാമത്തെ ചാപ്റ്റർ ആയെന്ന് തോന്നുന്നു. എന്തായാലും ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ NCERT നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. അതിൽ പ്രത്യേകിച്ച് അതിൽ ആ ഡിഫക്ട്സുകൾ, ഷോക്കി ഡിഫക്റ്റ്, ഫംഗൽ ഡിഫക്റ്റ്, ഇത് കാണിക്കുന്ന മോളിക്യൂൾസ് ഏതൊക്കെയാന്നൊക്കെ പഠിച്ചു വെക്കണം. പിന്നെ അമോർഫസ് ഏതൊക്കെയാണ്, ക്രിസ്റ്റലൈൻ ഏതൊക്കെയാണ്, പിന്നെ ഡിഫറെന്റ് സിമ്മട്രീസും അറിഞ്ഞ് വെക്കുക. ഓക്കെ. പിന്നെ അതിന് പുറമെ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ചില ഭാഗത്തുണ്ടായിരുന്ന ആ ഡിഫക്ട്സുകൾ, ഡിഫക്ട്സ് അല്ല സോറി, നമ്മുടെ യൂണിറ്റ് സെല്ലിന്റെ കാര്യങ്ങള്, ബ്രാഗ്സ് ഇക്വേഷൻ, അപ്പൊ അതെല്ലാം ഇത് രണ്ടും എന്ത് ചെയ്യുക, കമ്പൈൻ ചെയ്ത് നോക്കിയാൽ മതിയാവും. ഇനി അടുത്തത് സൊല്യൂഷൻസ് ആൻഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു എക്സാം, ഫിസിക്സിന്റെ ഏത് എക്സാം എടുത്ത് നോക്കിയാലും ഇതിൽ നിന്ന് ഒരു ചോദ്യം സ്ഥിരമായിട്ട് വരാറുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞതിൽ തന്നെ റോൾസ് ലോ എന്ന് ആപ്ലിക്കേഷൻ ലെവലിൽ ഒരു ചോദ്യം വന്നിരുന്നു, കണ്ടുപിടിക്കാൻ പറഞ്ഞാണ്ട്, അല്ലെങ്കിൽ കോൺസെൻട്രേഷനും കാര്യങ്ങളും കണ്ടുപിടിക്കാൻ, കോൺസെൻട്രേഷൻ അല്ല, എനിക്ക് തോന്നുന്നു അതിന്റെ പാർഷ്യൽ പ്രഷർ എന്തോ കണ്ടുപിടിക്കാൻ ചോദ്യം വന്നിരുന്നു റോൾസ് ലോന്റെ ആപ്ലിക്കേഷൻ ആയിട്ട്. പിന്നെ അതുപോലെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിഫറെന്റ് ആയിട്ട് പഠിക്കുന്നുണ്ടല്ലോ. അതായത് ഇപ്പം ഓസ്മോട്ടിക് പ്രഷർ ആവട്ടെ, അല്ലെങ്കിൽ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ അത് എന്തായാലും അറിഞ്ഞു വെക്കുക. പിന്നെ അതിന്റെയൊക്കെ ആപ്ലിക്കേഷൻസ് എവിടേക്കാണ് വരുന്നത് എന്നുള്ളത്. അതായത് ഇപ്പൊ നമ്മളിപ്പം ഊട്ടി മൈസൂരൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് പോകുമ്പോൾ അവിടെ ചായയിൽ നമ്മൾ എന്താ ആദ്യം പഞ്ചസാര ഇട്ടുക, അല്ലെങ്കിൽ ചായപ്പൊടി ഇട്ടുകൊണ്ടാണ് അത് തിളപ്പിക്കുക. അത് എന്തുകൊണ്ടാണ്? അവിടേക്ക് അല്ലെങ്കിൽ ഏതിന്റെ ആപ്ലിക്കേഷൻ ആണ് വരുന്നതെന്നൊക്കെ നമ്മൾ ആലോചിക്കാം. അപ്പൊ അതൊക്കെ എന്താണ്, ഈ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസിനാണ് അതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ നമ്മളെന്ത് ഓസ്മോട്ടിക് പ്രഷറിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓസ്മോസിന്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ നമ്മളെന്ത് പിന്നെ ഇതിൽ വരുന്നതാണ് ഫിൽട്രേഷന്റെ കാര്യങ്ങൾ. ഇല്ല, റിവേഴ്സ് ഓസ്മോസിസ് വെച്ചാണ് ഫിൽട്രേഷൻ നടക്കുന്നത്. അപ്പം സാൾട്ട് വാട്ടർ ഫിൽട്ടർ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കണം. പിന്നെ മെയിൻ ആയിട്ട് സൊല്യൂഷനിൽ നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്പ് സൊല്യൂഷൻസ് ഉണ്ട്, ഇല്ലേ? അപ്പൊ ആ സൊല്യൂഷൻസിൽ അതിന്റെ ഇക്വേഷൻസ് അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾസ് നിർബന്ധമായിട്ടും പഠിക്കണം. അതായത് ഐഡിയൽ സൊല്യൂഷൻസ് ഉണ്ട്, നോൺ ഐഡിയൽ സൊല്യൂഷൻ, അതിന്റെ പ്രോപ്പർട്ടീസ് മേ ബി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഇതിൽ ഏതൊക്കെയാണ് ഐഡിയൽ സൊല്യൂഷൻസിന്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസിന്റെ പ്രോപ്പർട്ടീസ്. പിന്നെ അതിന്റെ എക്സാമ്പിൾസ് ചോദ്യം വരാറുണ്ട്. പിന്നെ അസിയോട്രോപ്സ് വന്നിട്ടുണ്ട് ചോദ്യങ്ങൾ. പിന്നെ അതേപോലെ ഹെൻറീസ് ലോ, ഇത് പഠിക്കുന്ന ഹെൻറീസ് ലോ, റോൾസ് ലോ, പിന്നെ വാൻ ഹോഫ് ഫാക്ടർ, ഇത് മൂന്നും നിർബന്ധമായിട്ടും കവർ ചെയ്യണം. ഇവിടെ നോക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഹെൻറീസ് ലോ ആണെങ്കിലും റോൾസ് ലോ ആണെങ്കിലും ഇതിനൊക്കെ ആപ്ലിക്കേഷൻ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കുക. പിന്നെ ഇതിൽ നിങ്ങൾക്കറിയാം, റോൾസ് ലോ ആണെങ്കിൽ ഇതിനൊക്കെ ലെങ്ത് ഡെറിവേഷൻസ് ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണ്ട, ആ ഡെറിവേഷൻ ആവശ്യമില്ല, ആ ഫൈനൽ ഇക്വേഷൻ മാത്രം നമ്മൾ അറിഞ്ഞ് വെച്ചാൽ മതിയാവും. അതൊരു മോൾ ഫ്രാക്ഷൻ ഒക്കെ വരുന്ന ഒരു ഇക്വേഷൻ ആണല്ലോ റോൾസ് ലോ വരുന്നത്. അപ്പൊ എന്തായാലും ആ ഇക്വേഷനൊക്കെ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. പിന്നെ അത് അത്രേ ഉള്ളൂ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നോക്കണ്ട്, എന്താ പറയാ, നമ്മുടെ +1 തോന്നുന്നു ഫസ്റ്റ് ചാപ്റ്റർ, പുതിയ +1 NCERT സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. അതിൽ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്യുക, ഇതിൽ എക്സാമ്പിൾസ്, അതായത് ഐഡിയൽ സൊല്യൂഷന്റെയും നോൺ ഐഡിയൽ സൊല്യൂഷന്റെയും നിർബന്ധമായിട്ട് അതിന്റെയൊക്കെ എക്സാമ്പിൾസ് പഠിക്കൽ നിർബന്ധമാണ്. ഓക്കെ. കാരണം എങ്ങനെയായാലും ചോദ്യങ്ങൾ വരാം, അല്ലെങ്കിൽ 2-3-4 സൊല്യൂഷൻസ് തന്നിട്ട് അതിൽ ഏതൊക്കെയാണ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഐഡിയൽ അല്ലെങ്കിൽ നോൺ ഐഡിയൽ ഏതൊക്കെയാണ്, അതിനൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അടുത്തത് അനലറ്റിക്കൽ കെമിസ്ട്രി. ഇത് പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, NCERT പഠിക്കുന്നതല്ല, നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഡിഗ്രി ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ലാബിലൊക്കെ ചെയ്യുന്നതാണ്. എന്താണെങ്കിലും നമ്മൾ ഇവിടെ പഠിക്കുന്നത് ഡിഗ്രി ലെവൽ ടോപ്പിക്കാണ് അനലറ്റിക്കൽ കെമിസ്ട്രി വരുന്നത്. അതും നിങ്ങൾ ആലോചിക്കുക, അതിപ്പം ഫിസിക്സ് ആർ ചിലപ്പോൾ ഈ ടോപ്പിക്ക് അത്ര ഡെപ്തിൽ പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മേ ബി അവർക്ക് വലിയ കൺഫ്യൂഷൻ ടോപ്പിക് ആയിരിക്കാം. പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമുക്ക് രണ്ടുപേർക്കും എക്സാം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വലിയ ഡെപ്തിൽ ഇതും പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയാവും. ഇപ്പം ഇതിൽ തന്നെ ഇപ്പൊ സൊല്യൂബിലിറ്റി പ്രൊഡക്റ്റ്, കോമൺ അയോൺ എഫക്റ്റ്, അതൊക്കെ ബേസിക് കാര്യങ്ങൾ നോക്കുക. പിന്നെ ബേസിക് പ്രിൻസിപ്പിൾ, ഇപ്പോൾ വോളിമെട്രിക് അനാലിസിന്റെ ഒക്കെ ബേസിക് പ്രിൻസിപ്പിൾസ്, തിയറീസ് ഒക്കെ വരുന്നത്. പിന്നെ ഇപ്പോ അതുപോലെ കാറ്റോൺസിന്റെ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ പഠിക്കുന്നതാണ് പല ടൈപ്പ് കാറ്റോൺസിനെ നമ്മൾ പല ഗ്രൂപ്പുകളായിട്ട് തരം തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഗ്രൂപ്പ് 1 കാറ്റോൺസ് ഏതാണ്, ഗ്രൂപ്പ് 2 ഏതാണ്, ഗ്രൂപ്പ് 3 ഏതാണ്, അപ്പൊ ഇതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, കവർ ചെയ്ത് പോവുക. പിന്നെ അടുത്തത് ഇതേപോലെ നമ്മൾ ഡിഗ്രിയിൽ ടോപ്പിക്കാണ് ക്രോമറ്റോഗ്രഫി.
ഇതും മെയിനായിട്ട് കെമിസ്ട്രിക്കാർക്ക് ഈസി ടോപ്പിക് ആയിരിക്കാം, പക്ഷെ ഫിസിക്സുകാർക്ക് മേ ബി ഒരു പുതിയ ടോപ്പിക് അല്ലെങ്കിൽ അവർ പഠിക്കാത്ത ഒരു ഏരിയ ആയിരിക്കാം ഇത് ക്രോമറ്റോഗ്രഫി. അപ്പൊ ഇതും ഇതിന്റെയൊക്കെ ബേസിക് ആയ കാര്യങ്ങൾ കവർ ചെയ്താൽ മതിയാവും. അതിൽ തന്നെ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് കോളം ക്രോമറ്റോഗ്രഫി, പേപ്പർ ക്രോമറ്റോഗ്രഫി, തിൻ ലെയർ ക്രോമറ്റോഗ്രഫി, ദെൻ അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രഫി. ഇതിന്റെ ഈ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. ക്രോമറ്റോഗ്രഫി ഇപ്പൊ ഈ പറഞ്ഞ ടോപ്പിക്സിൽ ഇപ്പൊ ക്രോമറ്റോഗ്രഫിന് അത്ര വലിയ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്നല്ല. മേ ബി എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഒന്നും ഒരു പോയിന്റും വിടണ്ട. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ ബേസിക് ലെവലിൽ ഈ ടോപ്പിക് ഇപ്പൊ ക്രോമറ്റോഗ്രഫി ബേസിക് ലെവലിൽ കവർ ചെയ്താൽ മതിയാവും. അല്ലാണ്ട് അതിന് ചിത്രം വെച്ചുകൊണ്ട് ഓരോന്നും അങ്ങനെ ഡെപ്തിൽ കവർ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്താണെന്ത് നമ്മുടെ ഇനോർഗാനിക് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കെമിസ്ട്രിന്ന് വരുന്ന ടോപ്പിക്സ്. അത് ബേസിക് ലെവലാണ്. അതായത് നമ്മളിപ്പം സിലിക്കോൺസ്, സിലിക്കേറ്റ്, സിയോളൈറ്റ്സിന്റെ കാര്യം പഠിക്കുന്നത് ബേസിക് ആയിട്ട്. ഇപ്പം സിമെന്റ്, ഗ്ലാസ്, ഇതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങൾ, പിന്നെ ഫെർട്ടിലൈസേഴ്സ്, റോക്കറ്റ് പ്രൊപ്പലൻ, ഇതൊക്കെ എന്താ വെച്ചാൽ ബേസിക് മതി. പ്രത്യേക സിലബസ് തന്നെ അവർ കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് ബ്രീഫ് ആയിട്ട് കാര്യങ്ങൾ മതി എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ റോക്കറ്റ് പ്രൊപ്പലന്റ് ആയിട്ട് നമ്മൾ ഏത് കെമിക്കലാണ് യൂസ് ചെയ്യുന്നത്, ഓക്കെ. അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞു വെച്ചാൽ മതിയാവും. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഫെർട്ടിലൈസേഴ്സ് നമ്മൾ പഠിക്കുന്നതാണ്. അതുപോലെ സിമെന്റിന്റെ പ്രൊഡക്ഷനും ജിപ്സം കാര്യങ്ങൾ, അതിന്റെ റിയാക്ഷൻസ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിലും ജസ്റ്റ് അറിഞ്ഞു വെക്കുക, ഓക്കെ. പിന്നെ സിലിക്കോൺ, സിലിക്കേറ്റ്, പിന്നെ ഗ്ലാസിന്റെ പ്രൊഡക്ഷന്, അതിൽ തന്നെ ഗ്ലാസ് ഡിഫറെന്റ് ടൈപ്സ് ഗ്ലാസ്സുകളുണ്ട്. അതെന്തായാലും അതിന്റെ എന്താ പറയാ, ഏതൊക്കെ ഗ്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എവിടെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്ലിന്റ് ഗ്ലാസ് എവിടെ യൂസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിന്റെ യൂസേജസും കൂടി ജസ്റ്റ് ഒന്ന് ഇവിടെ ഗ്ലാസിന്റെ കാര്യം പറയുമ്പോൾ അതൊന്ന് അവിടെ പഠിച്ചാൽ മതി. പിന്നെ ഉള്ളത് നമ്മൾ ഇപ്പൊ ബയോളജിയുടെ കാര്യം അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഒക്കെ പഠിക്കുന്നതാണ് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. ഇവിടെ മെയിൻ ആയിട്ട് ഏതൊക്കെയാണ് അതിന്റെ ഇപ്പോൾ എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഏതൊക്കെയാണ് ഇപ്പോൾ ഇതിന്റെ പൊല്യൂട്ടന്റ് ആയി വരുന്ന ഇത് എലമെന്റ്സ് ഏതൊക്കെയാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് കവർ ചെയ്യാം. നമ്മളിപ്പോ ഗ്രീൻ ഹൗസ് ഗ്യാസ് പഠിക്കുന്നുണ്ട്, ഗ്രീൻ ഹൗസ് എഫക്ട് പഠിക്കുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കുന്നത് നല്ലതാണ്, ഓക്കെ. അപ്പൊ ഇവിടെയും ജസ്റ്റ് ഇതൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ മൊഡ്യൂൾ 5 ഏറ്റവും ഈസി ടോപ്പിക് ആണ് ശരിക്കും എന്ത്, ഈ എയർ പൊല്യൂഷൻ. അതുപോലെ നമ്മളെ ഇപ്പോൾ ഡിഫറെന്റ് പൊല്യൂട്ടൻസ് ഏതൊക്കെയാണ്, നമുക്ക് ഇതൊക്കെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഉള്ളൂ. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബേസിക് ലെവലില് ഇതിന്റെ കാര്യങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അല്ലാണ്ട് ഇതും എന്ത് ചെയ്യേണ്ട, ഡെപ്തിൽ കവർ ചെയ്യേണ്ട ഏരിയ അല്ല. അപ്പൊ മൊഡ്യൂൾ 5 ഇത്രയും ഏരിയാസ് ആണ് വരുന്നത്. ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ഇതിൽ വരുന്നുണ്ട്, സ്പെക്ട്രോസ്കോപ്പി വരുന്നുണ്ട്, പിന്നെ അനലിറ്റിക്കൽ കെമിസ്ട്രി, ക്രോമറ്റോഗ്രഫി. ഈ പറഞ്ഞ 4 ടോപ്പിക്സും നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിച്ചതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഡിഗ്രി പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾ അന്ന് പഠിച്ച ഇപ്പൊ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റോ അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പം മഞ്ജുഷന്റെ അങ്ങനെ പല പബ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, നിങ്ങൾ അന്ന് ഗൈഡായിട്ട് യൂസ് ചെയ്തൊക്കെ, അപ്പൊ അതൊക്കെ കവർ ചെയ്താൽ മതിയാവും. പിന്നെ നിങ്ങൾക്ക് ടൈം ഉണ്ട് എങ്കിൽ മാത്രമേ റെക്കമെൻഡ് ചെയ്യണുള്ളൂ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞ ബാനവിലിന്റെ ടെക്സ്റ്റുകൾ നല്ലതാണ്. അതൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്താൽ എത്രയും നല്ല തന്നെയാണ്, ഓക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഇനോർഗാനിക് പഠിക്കാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ചെയ്ത കെമിസ്ട്രിയിൽ നിങ്ങൾ ഇനോർഗാനിക് നമ്മുടെ പുരി ആൻഡ് ശർമ്മന്റെ ബുക്ക് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ JD ലീന്റെ ബുക്കൊക്കെ നമുക്ക് എന്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് നോക്കാവുന്ന പുസ്തകങ്ങളാണ്. അത് ഞാൻ ഇതും ഒന്നും എന്ത് ചെയ്യണില്ല, റെക്കമെൻഡ് ചെയ്യണില്ല. കാരണം നമുക്ക് സമയം വളരെ കുറച്ചുള്ളൂ. അപ്പൊ ഉള്ള സമയത്ത് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നിങ്ങൾ കവർ ചെയ്ത് പോവുക. ഒരുപാട് പഠിച്ച് പോയിട്ട് ലാസ്റ്റ് പിന്നെ എക്സാമിന് വന്നില്ല ഖേദം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് സിലബസ് അത്രയും ലെങ്തി സിലബസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ടോപ്പിക്സ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റൂല. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമുക്ക് 2 മാസമല്ലേ ഉള്ളൂ സമയം. ആ 2 മാസം കൊണ്ട് നമുക്ക് 8 മൊഡ്യൂൾ പഠിക്കാനുണ്ട്. 8 മൊഡ്യൂൾ ആണ്, ഒരു മൊഡ്യൂളിന് ശരിക്ക് ഒരാഴ്ച സമയം കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പം ഓരോ മൊഡ്യൂൾ ഒരാഴ്ച കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ക്ലാസ് എടുത്ത് തീർക്കും വേണം. എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ് നമ്മൾ എന്തായാലും നാളെ മുതൽ റെഗുലാരിറ്റി എടുത്ത് പോവും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മളിപ്പോൾ ഇത് സിലബസ് അനുസരിച്ച് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ എങ്കിലും ഞങ്ങൾ ഇതിന് മുമ്പ് നടത്തിയ ക്ലാസ്സുകളുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ നോക്കി പോകുന്നത് നല്ലതാണ്. അതിന്റെ നോട്ട്സും പിന്നെ അതുപോലെ കുറച്ച് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റിന്റെ റെഫറൻസ് മെറ്റീരിയലും നമ്മൾ എന്താ ടെലിഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കി ഇപ്പൊ തന്നെ അതും കൂടി പഠിച്ചു തുടങ്ങാം. അതേപോലെ ഇപ്പൊ സപ്പോസ് ഇപ്പൊ നമുക്ക് എന്ത്, ഇപ്പൊ നാളെ ഇപ്പൊ ഞാനിപ്പോ എന്തായാലും സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ള, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ കാര്യങ്ങൾ. അപ്പൊ നിങ്ങളിപ്പോ ഫിസിക്സ് അറിയുന്ന അറിയുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവര് ശരിക്കും എന്താ ചെയ്യണ്ട, നാളെ ഇപ്പം ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കി ഇപ്പൊ നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള കെമിസ്ട്രി ടോപ്പിക്സ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കുക, ഓക്കെ. അപ്പൊ എന്തായാലും ക്ലാസ്സുകൾ നമ്മൾ എന്ത് 1-2 ക്ലാസ്സുകളായിരിക്കും ഡെയിലി ഉണ്ടാവുക. അപ്പം അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിന് പുറമെ നമ്മൾ എന്ത് ചെയ്യും,
PYQ ഡിസ്കഷൻസ് ഉണ്ടാവും. എന്നാലും നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ തരത്തിൽ ചോദ്യം വരും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ആദ്യം സിലബസ് കണ്ടപ്പോൾ അന്താളിപ്പ് ഉണ്ടാവും. അയ്യോ ഇത് ഇത്രയും വലിയ സിലബസ് അല്ല എങ്ങനെ കവർ ചെയ്യുന്നുള്ളത് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എങ്ങനെയൊക്കെ ചോദ്യം വരാന്ന് പറഞ്ഞപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ അപ്രോച്ച് ചെയ്താൽ മതിയാവും. പിന്നെ വെറുതെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, 2 മാസം ഉണ്ട്, ആ 2 മാസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അല്ലാണ്ട് മറ്റ് എൻഗേജ്മെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നടക്കില്ല. ഓക്കെ ഓക്കെ, ആ നോട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ ഇത് മൊഡ്യൂൾ 5 ഓക്കെ ആണല്ലോ. നമ്മൾ ഇനി അടുത്തത് മൊഡ്യൂൾ 6ലേക്ക് കടക്കുകയാണ്. ഇതും ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം ലെങ്തി മൊഡ്യൂൾ തന്നെയാണ്. അപ്പൊ ഇതും പൊതുവെ ഈസി മൊഡ്യൂൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതിൽ കവർ ചെയ്യുന്ന മെയിൻ ടോപ്പിക്സ് വരുന്നത് നമ്മുടെ ആറ്റം മോഡൽസിന്റെ കാര്യങ്ങൾ, അതുപോലെ ക്വാണ്ടം സ്ട്രക്ചർ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നേരത്തെ ഫിസിക്സിന്റെ ടോപ്പിക്സ് പറഞ്ഞപ്പം അവിടെ വന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ വരുന്നുള്ളൂ. എന്തായാലും ഇവിടെ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെ, ഡിഫറെന്റ് ആറ്റം മോഡൽസ് ചോദ്യം വരാം. പിന്നെ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ബേസിക് ആണ്. പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി അവിടെ തന്നെ നിങ്ങൾക്ക് അതിന് മുമ്പ് വരുന്ന ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റെഫർ ചെയ്ത് പോകാം. കാരണം അതിന്റെ ഒരു ഇക്വേഷൻ ഒക്കെ എക്സാമിന് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്ന് കഴിഞ്ഞ ഫിംഗർ പ്രിന്റിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് ചോദ്യം വന്നത് ഐൻസ്റ്റീന് ഏതിലാണ് നോബൽ പ്രൈസ് കിട്ടിയെന്നുള്ളത്. നമുക്കറിയാം ഐൻസ്റ്റീൻ നോബൽ പ്രൈസ് കിട്ടിയത് ഏതിലാ, റിലേറ്റിവിറ്റിയിലാണോ? അല്ലല്ലോ. ഐൻസ്റ്റീൻ നോബൽ പ്രൈസ് കിട്ടിയത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തതിലാണ്, അല്ലെ? അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാ, അതിൽ ഓർത്ത് വെക്കുക. അതേപോലെ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇപ്പൊ ഈ പറഞ്ഞ മൊഡ്യൂള് വളരെ ഒരു സ്ട്രെസ് കൊടുക്കേണ്ട ടോപ്പിക്കാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അതിൽ തന്നെ ഒരുപാട് ഗ്രാഫ്സ് വരുന്നുണ്ട്. ഇപ്പൊ PSC ട്രെൻഡ് നിങ്ങൾക്ക് അറിയാലോ, ഗ്രാഫുകൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ വരുന്ന പല ടൈപ്പ് ഗ്രാഫുകളുണ്ട്. അത് നിങ്ങൾ എന്തായാലും നോക്കി പോണം. അതേപോലെ അതിന്റെ മെയിൻ ഇപ്പൊ വർക്ക് ഫംഗ്ഷന്റെ ഇക്വേഷൻ അത് നോക്കാം, ഇല്ലേ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ഒരു ഇത് ചോദ്യം വന്നിരുന്നു. അതായത് ഇതിന്റെ എന്താ പറയാ സ്റ്റേറ്റ്മെന്റ് എന്നുകൊണ്ട് ഇത് ഏത് തിയർ ആണ് അല്ലെങ്കിൽ ഏത് എഫക്റ്റ് ആണെന്നുള്ളത്. കോംപ്റ്റൺ എഫക്റ്റ് ആണോ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണോ, അല്ലെങ്കിൽ വേറെ മറ്റ് കാര്യങ്ങളാണെന്നുള്ളത് ഓപ്ഷൻസ് ആണ് ചോദ്യം വന്നിരുന്നത്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞതിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കണം. പിന്നെ അടുത്തത് നേരത്തെ പറഞ്ഞ റിലേഷൻ ആണ്, ഞാൻ ഇപ്പൊ റിപ്പീറ്റ് ചെയ്യണില്ല. പിന്നെ ഡുവൽ നേച്ചർ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അതിന്റെ ആപ്ലിക്കേഷൻ വളരെ കവർ ചെയ്യണം. അതിൽ തന്നെ നമ്മളെ മൊമെന്റത്തിന്റെയും പൊസിഷന്റെയും ആ ഇക്വേഷൻ പഠിക്കുക. അതേപോലെ അതിന്റെ ആപ്ലിക്കേഷൻ. പിന്നെ നമ്മുടെ എനർജി ടൈം അതിന്റെ ഇക്വേഷനും അതിന്റെ ആപ്ലിക്കേഷനും. പിന്നെ അടുത്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയി ഇത് വരുന്നത് ആറ്റമിക് ഓർബിറ്റൽസ്. അതിൽ തന്നെ നമ്മൾ ഡിഫറെന്റ് ക്വാണ്ടം നമ്പേഴ്സ് പഠിക്കുന്നുണ്ട്. ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ പഠിക്കുന്നുണ്ട്. അതുപോലെ അസിമൂത്തിൽ ക്വാണ്ടം നമ്പർ പഠിക്കുന്നുണ്ട്. പിന്നെ സ്പിൻ ക്വാണ്ടം നമ്പർ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഇപ്പൊ ഡിഗ്രി ലെവൽ PSC ചോദിച്ചിരുന്നു, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് എന്താ, അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമുക്ക് തരുന്നത്. അതായത് അതിന്റെ ഓറിയന്റേഷൻ ആണോ, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചോദ്യം പ്രതീക്ഷിക്കുക. അപ്പം ഇവിടെ നോക്കേണ്ടത് അതിന്റെ ആ റേഞ്ച് ഉണ്ടല്ലോ. അപ്പൊ N ഏതൊക്കെ വാല്യൂസ് വരാം, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ N 0, 1, 2, 3 അല്ലെങ്കിൽ ഏതൊക്കെ വരുന്നത്, അല്ലെങ്കിൽ എസ് ബ്ലോക്കിന് ഏതാ വരുന്നത്, അല്ലെങ്കിൽ P അല്ലെങ്കിൽ DK ഏതാ വരുന്നത്, അത് നിങ്ങൾക്ക് നോക്കാം. അല്ലെങ്കിൽ അതിന്റെ കൺവേർഷൻസ് നിങ്ങൾ കവർ ചെയ്ത് പോവുക. അതേപോലെ ഇപ്പൊ നമുക്ക് N വാല്യൂ കിട്ടിയാൽ L ഏതൊക്കെ വാല്യൂ പോസിബിൾ ആണ്, ഓക്കെ, അസിമൂത്തിൽ ക്വാണ്ടം നമ്പേഴ്സിന് ഏതൊക്കെ പോസിബിൾ ആണ്, അല്ലെങ്കിൽ M വാല്യൂ ഏതൊക്കെ വരാം, പിന്നെ സ്പിൻ ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെ വരാം, പ്ലസ് ഹാഫ് ആണോ മൈനസ് ഹാഫ് ആണോ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു പോവാ. എന്തായാലും എക്സാമിന് ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പാണ്. ഈ ക്വാണ്ടം നമ്പേഴ്സിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യം വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സ്റ്റേറ്റ്മെന്റ് തരും, തന്നിരിക്കുന്ന അതായത് എല്ലിന്റെ എമ്മിന്റെ ഒക്കെ വാല്യൂസ് തരും. അതിൽ തന്നെ എല്ലിന്റെ എമ്മിന്റെ ഒക്കെ വാല്യൂ തെറ്റിച്ചൊക്കെ തരും. ഓക്കെ, നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. അതായത് N2 ആണെന്നുണ്ടെങ്കിൽ എല്ലിന്റെ വാല്യൂ എപ്പോഴെങ്കിലും 3 ആകുമോ? ഇല്ലല്ലോ. അതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അതായത് ഒരിക്കലും ലെസ് ദാൻ എല്ലിന്റെ വാല്യൂ എപ്പോഴും എന്താ പറയാ N പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനേക്കാൾ ചെറുതാണ് എല്ലിന്റെ വാല്യൂ വരിക. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് അറിയുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, അവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, അനലിറ്റിക്കൽ ലെവലിൽ അവിടെ ഈ കാര്യങ്ങൾ ചോദ്യം സ്ഥിരമായിട്ട് വരുന്നുണ്ട്. നമ്മൾ എന്തായാലും നമ്മൾ PYQ ഡിസ്കസ് ചെയ്യുമ്പം അത് പറയും. പിന്നെ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഇതിന്റെ മേ ബി ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യം വരാം. അതായത് ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഇപ്പൊ ബോസോൺസ്, അത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുന്നുണ്ടോ. പിന്നെ അതുപോലെ നമ്മളിപ്പം സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ കൂപ്പർ പെയേഴ്സ് പഠിക്കുന്നുണ്ട്, ഇല്ലേ? കൂപ്പർ പെയേഴ്സ് അതായത് നമുക്കറിയാം ഈ കൂപ്പർ പെയേഴ്സ് എന്താണ്, അത് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുന്നതാണ്, അല്ലേ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കി പോവുക. പിന്നെ അതേപോലെ ഹൺസ് റൂള് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അത് നമ്മൾ ബേസിക്കലി പഠിക്കുന്നത് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, പിന്നെ ഓഫ് ബോ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് വലിയ സ്ട്രെസ് വരില്ല. ബാക്കി ഇതുവരെ പറഞ്ഞ ടോപ്പിക്സ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മൊഡ്യൂൾ 6 ഈ പറഞ്ഞ ടോപ്പിക്സ് ഒന്നും എന്ത് ചെയ്യണ്ട, വലിയ സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഇതുവരെ ഇപ്പം ഹൈസ്കൂൾ ലെവൽ മുതലേ നമ്മൾ എന്ത് ഇപ്പൊ ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതാണ്. അത് നിങ്ങൾക്ക് വലിയൊരു ടഫായി വരുന്ന ടോപ്പിക് അല്ല ഈ ആറ്റം ആൻഡ് ക്വാണ്ടം സ്ട്രക്ചർ എന്നുള്ള ഈ ടോപ്പിക്. ഇനി അടുത്തത് കെമിക്കൽ ബോണ്ടിങ്. ഇതിൽ തന്നെ നമുക്കറിയാം കെമിക്കൽ ബോണ്ടിങ്ങിൽ അയോണിക് ബോണ്ട് ഉണ്ട്. ഇതിൽ നമ്മളിപ്പോ ബോണ്ട് ലാൻഡ് ഇക്വേഷൻ ഇത് പക്ഷേ അവിടെ പഠിക്കുന്നില്ല. നമ്മളിപ്പോ +2 ലെവലിൽ നമ്മൾ അങ്ങനെ കവർ ചെയ്യുന്നില്ല. അപ്പൊ അതിൽ ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, ഡെറിവേഷൻ നോക്കണ്ട, അതിന്റെ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതിയാവും. ബോണ്ട് ലാൻഡ് ഇക്വേഷൻ ഉണ്ടല്ലോ, അത് നോക്കുക. അതുപോലെ അതായത് നമ്മളിപ്പോ അയോണിക് ബോണ്ടിൽ വരുന്നതാണ് ഇപ്പൊ ഈ ബോൺ ഹേബർ സൈക്കിളൊക്കെ. നമുക്ക് ഓരോന്നിന്റെ അയോണിക് ബോണ്ടിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ബോൺ ഹേബർ സൈക്കിളൊക്കെ വെച്ച് ഇത് കണ്ടുപിടിക്കാറുണ്ട്. അതുപോലെ ബോൺ ലാൻഡ് ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇക്വേഷനും അതിലെ ഓരോ ടേംസും അറിഞ്ഞ് വെക്കുക. ഓക്കെ, അതിൽ 1-2 കോൺസ്റ്റൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണം, നല്ലതാണ്. പിന്നെ ഫയാൻസ് റൂള്, അതുപോലെ അതിന്റെ ആപ്ലിക്കേഷൻസ്. ഓക്കെ, പിന്നെ അടുത്തത് കോവാലൻ ബോണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാം, കോവാലൻ ബോണ്ട് തന്നെ ഏതൊക്കെ VBT അതായത് വാലൻസ് ബോണ്ട് തിയറി, PSCPR തിയറി, പിന്നെ ഹൈബ്രിഡൈസേഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇത് ഹൈബ്രിഡൈസേഷൻ. സ്ഥിരമായിട്ട് വരുന്നതാണ്. അതായത് SP2 SP3 SP ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ DSP2 കാര്യങ്ങളൊക്കെ, അങ്ങനെ പല ടൈപ്പ് എന്ത് ഹൈബ്രിഡൈസേഷൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കേണ്ട കാര്യം, എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് എന്ത്, ഓരോ കെമിക്കൽ തരും. ഇപ്പം സപ്പോസ് PCl3ന്റെ ഹൈബ്രിഡൈസേഷൻ ഏതാണ്, അല്ലെങ്കിൽ PCl5ന്റെ ഏതാണ് വരുന്നത്. അതായത് നമ്മളിപ്പോ H2O അല്ലെങ്കിൽ H2Oയിൽ തന്നെ അവിടെ SP3 ആണോ വരുന്നത്, SP2 ആണോ, എന്തുകൊണ്ടാണ് അതിന്റെ SP3 ഹൈബ്രിഡൈസേഷൻ H2Oന് ആയിട്ടും എന്തുകൊണ്ട് അതിന്റെ സ്ട്രക്ചർ ടെട്രാഹീഡ്രൽ വന്നില്ല. നിങ്ങൾ ആലോചിക്കുക. അതായത് ഓരോ നമുക്കറിയാം ഹൈബ്രിഡൈസേഷൻ വരുമ്പോൾ അതിൽ ഓരോ ടൈപ്പിനും നമുക്ക് എന്തുണ്ട്, ഓരോ സ്ട്രക്ചർ വരുന്നുണ്ട്. പക്ഷെ അവിടെ ലോൺ പെയർ ഇലക്ട്രോൺസ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും, അതിന് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആണ് വരിക. അതായത് NH3 ആണെങ്കിൽ നമുക്കറിയാം NH3 എന്താണ് വരുന്നത്, പിരമിഡൽ ഷേപ്പ് ആണ് വരുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, SP3 ഹൈബ്രിഡൈസേഷൻ ആണ് H2Oനും അതുപോലെ NH3ക്കും. പക്ഷെ H2Oയിൽ ബെൻഡ് ഷേപ്പ് വരാൻ കാരണം H2Oയിൽ എന്തുണ്ട്, അവിടെ വരുന്നത് ലോൺ പെയർസ് ഇലക്ട്രോൺസ് അവിടെ കൂടുതൽ വരുന്നുണ്ട്. 2 ലോൺ പെയർസ് അവിടെ വരുന്നുണ്ട്. അതുപോലെ NH3 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലോൺ പെയർ ആണ് വരുന്നത്, ബാക്കി 3 നമുക്ക് സിഗ്മ ബോണ്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് SP3 അവിടെ വരും. അവിടെ ട്രയാഗണൽ അല്ലെങ്കിൽ പിരമിഡൽ ഷേപ്പ് ആണ് അമോണിയക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ എന്താ ചെയ്യുക, ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാം. പിന്നെ അതുപോലെ എന്താ പറയാ, എന്താ പറയാ, ഏത് കെമിക്കൽ വന്നാൽ മേ ബി ചേരുമ്പോഴേക്കായിട്ട് ഇപ്പം എന്താ PSന്റെ പാറ്റേൺ മാറിയല്ലോ. അപ്പം എന്താ പറയുക, ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, NH3 H2O അല്ലെങ്കിൽ PCl5 SF6 അപ്പൊ ഇങ്ങനെയൊക്കെ തരും. എന്നിട്ട് റൈറ്റ് സൈഡിൽ SP2 SP അല്ലെങ്കിൽ SP3D2 അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാം. ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹൈബ്രിഡൈസേഷൻ. നമ്മൾ എന്തായാലും അതിന് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ്സുകൾ തരാം. ഓക്കെ, പിന്നെ ഇതിന്റെ പഠിക്കാൻ പറഞ്ഞു. പിന്നെ മോളിക്കുലാർ ഓർബിറ്റ് ബോണ്ടോട് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അടുത്ത ടോപ്പിക്കാണെന്ത്, മെറ്റാലിക്. നമ്മളിപ്പം കോവലൻ ബോണ്ടാണ് പറഞ്ഞത്. ഇനി അടുത്തത് മെറ്റാലിക് ബോണ്ടിന്റെ കാര്യങ്ങൾ. അവിടുത്തെ മെയിൻ ആയിട്ട് ഫ്രീ ഇലക്ട്രോൺ തിയറിയും അതുപോലെ അവിടുത്തെ VBT തിയറി, ബാൻഡ് തിയറി ഒക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോയാൽ മതിയാവും. നമ്മൾ ബാൻഡ് തിയറി ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഈ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവുക. ഇതും ഡെപ്തിൽ നോക്കണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, അതിന്റെ ബേസിക് ലെവലിൽ നോക്കിയാൽ മതിയാവും. പ്രത്യേകം PSC തന്നെ ഇതിൽ സിലബസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബേസിക് കൺസെപ്റ്റ് മാത്രം നോക്കിയാൽ മതിയാവും. പിന്നെ അടുത്തത് ഹൈഡ്രജൻ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് തന്നെ 2 ടൈപ്പ് നമ്മൾ പഠിക്കുന്നതാണ്, ഇൻട്രാ മോളിക്കുലാറും അതുപോലെ ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ട്. അപ്പൊ അതും അതിന്റെ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇവിടെ കെമിക്കൽ ബോണ്ടിങ്ങിൽ കവർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ മൊഡ്യൂൾ 6 വലിയ കോംപ്ലിക്കേഷൻ ഇല്ല, നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇതിലിപ്പോ കാണാപ്പാടം പഠിക്കേണ്ട ഒരു ഏരിയ പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മേ ബി ഹൈബ്രിഡൈസേഷൻ അറിയില്ലെങ്കിൽ അതിൽ ഓരോ സ്ട്രക്ചറിന്റെയും അത് നിങ്ങൾ കവർ ചെയ്യണം. അതുപോലെ തന്നെ
അത് ഇപ്പോൾ SP ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ അവിടുത്തെ S ക്യാരക്ടർ P ക്യാരക്ടർ എത്ര പെർസെന്റേജ് എന്നൊക്കെ വരാം. അതായത് 50% ആണ് രണ്ടും വരുന്നത്. അതുപോലെ SP3 ആണെന്നുണ്ടെങ്കിൽ, കാരണം നിങ്ങൾക്കറിയാം ഈ ഹൈബ്രിഡൈസേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് പല കാര്യങ്ങളും റിയാക്ടിവിറ്റി മറ്റു പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം ഇത് വെച്ചുകൊണ്ട് ഡിഫൈൻ ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ എന്തായാലും ഇവിടെ ഞാൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഏരിയയാണ് ഹൈബ്രിഡൈസേഷൻ. അത് നിങ്ങൾ എന്തായാലും തറവായിട്ട് നോക്കി പോവുക എന്നുള്ളതാണ്. ഇനി അടുത്തത് പീരിയോഡിക് പ്രോപ്പർട്ടീസ്. ഇത് പിന്നെ നിങ്ങൾക്ക് കാണാപ്പാടം അറിയുന്ന അല്ലെങ്കിൽ നോക്കേണ്ട ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കേണ്ട കാര്യം തന്നെ ഉള്ളൂ. അതായത് എന്താ പറയാ അവിടുത്തെ ആറ്റമിക് സൈസ് ലെഫ്റ്റിന് പീരീഡ്സിൽ എന്താ വരുന്നത്, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എങ്ങനെ അതിന്റെ ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ, അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അയണൈസേഷൻ എനർജി കൂടുതലാണോ കുറവാണോ, അല്ലെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതൽ ഏതാ കുറവ് ഏതാ, പിന്നെ എന്താ പറയാ ഇലക്ട്രോൺ അഫിനിറ്റി എന്താ വരുന്നത്, പിന്നെ ആറ്റമിക് റേഡിയസ് എന്താ വരുന്നത്, അല്ലെങ്കിൽ അയോണിക് റേഡിയസ് എന്താ വരുന്നത്, ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അറേഞ്ച്മെന്റ്സ് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടീസ് മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. പിന്നെ ഒരു കാര്യം സ്ഥിരമായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി കാണിക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഏതാ, ഫ്ലൂറിൻ ആണോ ക്ലോറിൻ ആണോ, അല്ലെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം മേ ബി നൈട്രജൻ ഓക്സിജൻ ഫ്ലൂറിൻ തരും. അതിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അതിന്റെ ഇൻക്രീസിങ് ഓർഡർ എന്താണ് വരിക, റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ അറേഞ്ച് ചെയ്യാൻ വരാം, അല്ലെങ്കിൽ അതിന്റെ ആറ്റം സൈസ് കൂടിയ രീതിയിലോ കുറഞ്ഞ രീതിയിലോ, അങ്ങനെ പല രീതിയിലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നിങ്ങൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ടെക്സ്റ്റിൽ പഠിക്കുന്ന ചില കാര്യങ്ങളിൽ എക്സെപ്ഷൻസ് വരുന്നുണ്ട് ഇല്ലേ. അപ്പൊ ആ എക്സെപ്ഷൻസ് വരുന്ന എലമെന്റ്സ് ഏതൊക്കെയാന്നുള്ളത് നിങ്ങൾ നോട്ടീസ് ചെയ്യണം. അത് ഇപ്പൊ അയണൈസേഷൻ എനർജിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ചിലതിന് എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ ഇവിടെ പഠിച്ച് പോവുക. പിന്നെ അടുത്തത് റെപ്രസെന്റേറ്റീവ് ആൻഡ് ട്രാൻസിഷൻ എലമെന്റ്സ്. അതായത് നമ്മുടെ ഏതാ SP ബ്ലോക്കിലെ, അതായത് S ബ്ലോക്കിന്റെ മെയിൻ ആ പീരിയോഡ് ടേബിൾ മെയിൻ ആ പീരിയോഡ് ടേബിൾ മൊത്തം എന്നുള്ളതാണ് ഇപ്പൊ ഇതിന്റെ ഉദ്ദേശം. അതായത് റെപ്രസെന്റേറ്റീവ് ട്രാൻസിഷൻ എലമെന്റ്സിൽ മെയിൻ ആയിട്ട് അത്, പിന്നെ ലാമിനേഴ്സ് ആക്ടിനേഴ്സ്. അതായത് പീരിയോഡ് ടേബിൾ കംപ്ലീറ്റ് ഇവിടെ കവർ ചെയ്ത് പോവുക. അതിപ്പോ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ് മിഷ് മെറ്റൽ എന്താന്നുള്ളത്. അത് നമുക്കറിയാം എന്താ പിന്നെ 5% അയണും മറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് എന്താ പറയാ മറ്റ് മെറ്റൽസും കൂടിയുള്ളതാണ് മിഷ് മെറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഇപ്പൊ കഴിഞ്ഞ ഡിഗ്രി ലെവൽ ഇപ്പൊ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം ചോദിച്ചതാണ് എന്താ പറയാ ഉദ്ദേശിച്ചില്ല ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് ഏതാ, നമ്മുടെ ലാമിനേഴ്സും ആക്ടിനേഴ്സും ആണ്. അപ്പൊ അതില് എത്ര എലമെന്റ്സ് ആ സബ്ഷെല്ലിൽ വരുന്നുണ്ട്, അവിടെ മാക്സിമം എത്ര ഇലക്ട്രോൺസ് പഠിച്ച് പോവുക. നോക്കണം. പിന്നെ എലമെന്റ്സ് കാണിക്കാത്തതൊക്കെ ഉണ്ട്. അതായത് ഫുള്ളി ഫിൽഡും അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാത്ത എലമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അതായത് ഇപ്പൊ നിങ്ങൾക്കറിയാം സിങ്ക്, മെർക്കുറി, ഇതൊക്കെ ശരിക്ക് നമ്മളിപ്പോ ട്രാൻസിഷൻ എലമെന്റ്സിൽ പെടുവോ ഇല്ലല്ലോ. അത് ക്രോമിയം പെടുവോ? കാരണം എന്താ, അതിൽ ശരിക്കും അതിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് എക്സൈറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് അവിടെ ഇപ്പൊ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടാണ് അതിന്റെ ഓർബിറ്റൽസ് വരുന്നത്. അതുകൊണ്ട് അവിടെ ശരിക്കും അതിന് നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് ഒന്നും പറയാറില്ല. എന്താണെങ്കിലും ജസ്റ്റ് ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കുക. നമ്മളെ ഈ മൊഡ്യൂൾ, അതായത് മൊഡ്യൂൾ 6 റെപ്രസെന്റേറ്റീവ് ആൻഡ് ട്രാൻസിഷൻ എലമെന്റ്സ്, അതുപോലെ ലാമിനേഴ്സ് ആക്ടിനേഴ്സ്, ഇത് കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം കവർ ചെയ്യണം. പക്ഷെ അത്യാവശ്യം ലെങ്തി ഉണ്ട് പഠിക്കാൻ. പക്ഷെ ഇതിൽ തന്നെ നിങ്ങളിപ്പം എന്താ പറയാ P ബ്ലോക്കിലൊക്കെ പഠിക്കുമ്പോൾ ഓരോ എലമെന്റ്സും സെപ്പറേറ്റ് ഒക്കെ എടുത്ത് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ നോക്കണമെന്നില്ല. എന്തായാലും നമ്മൾ അതിന്റെ മൊത്തം ട്രെൻഡ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കുക, ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കി പോവുക. പിന്നെ അടുത്തതാണ് വരുന്നത് മെറ്റലർജി. മെറ്റലർജിയിൽ മെയിൻ ആയിട്ട് അതിന്റെ എന്തൊക്കെ ചോദ്യം വന്നിട്ട് സിലബസ് കൊടുത്തിട്ടുള്ളത്, അതിന്റെ എങ്ങനെ ഓർസിനെ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണ പല മെത്തേഡ്സ് ഉണ്ട്, മെറ്റൽസിനെ റിഫൈൻ ചെയ്യണ പല മെത്തേഡ്സ്, അതും എക്സാം ചോദിക്കാറുണ്ട്. അതായത് ഇപ്പൊ നമ്മുടെ ഹേമറ്റൈറ്റ്, അതായത് എന്താ പറയാ കാന്തിക സ്വഭാവമുള്ള മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ അത് ഏതാണ്, അതുപോലെ നമ്മളിപ്പം ഫ്ലോട്ടേഷൻ പഠിക്കുന്നുണ്ട് ഇല്ലേ, അതുപോലെ നമ്മുടെ ലെഡ് ഏത് മെത്തേഡ് വെച്ചാണ്, അല്ലെങ്കിൽ അലുമിനിയത്തിന് ഡിഫറെന്റ് മെത്തേഡ്സ് നമ്മളിപ്പോൾ ലീച്ചിങ് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പൊ എന്താണെങ്കിലും നമ്മൾ ഇവിടെ നോക്കേണ്ടത് ഓരോ മെറ്റൽസ്
അതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ്, അതിന്റെ റിഫൈനിങ് മെത്തേഡ്സ് കാര്യങ്ങൾ നോക്കുക. അതുപോലെ ഓർസ് ആണെന്നുണ്ടെങ്കിൽ ഓർസിനെ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്. അതിൽ തന്നെ പല എക്സാമ്പിൾസ് നമ്മളിപ്പം എന്താ പറയാ, എല്ലാ ഓർസും അല്ലെങ്കിൽ സോറി എല്ലാ ധാതുക്കളും നമ്മൾ എന്ത് ചെയ്യില്ല ഓറായിട്ട് എടുക്കൂലല്ലോ. അതായത് ഇപ്പൊ അലുമിനിയത്തിന്റെ പല ടൈപ്പ് ധാതുക്കള് അവൈലബിൾ ആണ്. അതേസമയം നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്ന ഏതാണ്, ബോക്സൈറ്റ് ആണ്. അതുപോലെ ഇപ്പം എന്താ പറയാ, സിങ്ക് ആണെങ്കിൽ കലാമിനൊക്കെ പഠിക്കുന്നുണ്ടാവും. അപ്പൊ എന്താണെങ്കിലും ഇതിന്റെയൊക്കെ ജസ്റ്റ് ബേസിക് ആയിട്ട് ഓരോന്നിന്റെ എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഓരോന്നിന്റെ ഡിഫറെന്റ് ഓർസ് ഏതാണ് അതൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ ഇപ്പൊ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് വരണമെങ്കിൽ ഇപ്പൊ നമ്മുടെ മോണോസൈറ്റ്, ഇപ്പം നമ്മുടെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ കാണപ്പെടുന്ന ധാതു ഏതാണ്, മോണോസൈറ്റ് കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഇവിടെ കവർ ചെയ്ത് പോവുക. പിന്നെ ഇവിടെ അതിന്റെ റിയാക്ഷൻ നിങ്ങൾ കവർ ചെയ്യേണ്ട, കാരണം ഇതിലൊക്കെ കുറെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് മെറ്റലർജിയിൽ. അപ്പൊ അതൊന്നും നിങ്ങൾ അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നില്ല. എന്തായാലും ആ മെത്തേഡ്സും കാര്യങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ചിലതിലൊക്കെ ആ ടെമ്പറേച്ചർ റീജിയൻ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അയണിന്റെ ഒക്കെ മെറ്റലർജിയിൽ ആ ടെമ്പറേച്ചർ, പിന്നെ അതിൽ വരുന്ന എന്താ പറയാ കാറ്റലിസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ അതൊക്കെ നോട്ടീസ് ചെയ്ത് പോവാം. പിന്നെ ഇവിടെ പ്രത്യേകം പറഞ്ഞുള്ളത് ഏതൊക്കെയാണ്, ഏതിന്റെയൊക്കെ പഠിക്കേണ്ടത്, അലുമിനിയത്തിന്റെ പഠിക്കണം, അയണിന്റെ പഠിക്കണം, നിക്കല്, കോപ്പർ, ടൈറ്റാനിയം, ഇതിന്റെയൊക്കെ എക്സ്ട്രാക്ഷൻ നിങ്ങൾ പഠിക്കണം. അതേപോലെ സ്റ്റീലും അതുപോലെ അതിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ്, പിന്നെ അതിന്റെ ഹാർഡനിങ് ഓഫ് സ്റ്റീൽ, ഈ കാര്യങ്ങളെ അതിൽ പഠിക്കാനുള്ളൂ. മെറ്റലർജി ആണെന്നുണ്ടെങ്കിലും ഇതും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഹൈസ്കൂൾ ലെവലിൽ പഠിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാമിൽ വിചാരിച്ചാണ്ട് ഈ മെറ്റലർജിന്റെ ടോപ്പിക്കും അതുപോലെ നേരത്തെ പറഞ്ഞ പീരിയോഡിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇതിന്റെ ടോപ്പിക്സ് ഒന്നും നിങ്ങൾ ഹൈസ്കൂൾ ടോപ്പിക്സ് ഒഴിവാക്കണമെന്നില്ല. അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, പഠിക്കണം നല്ലതാണ്. നിങ്ങൾ ബേസ് കറക്റ്റ് ആയി കിട്ടും. ബേസിക് ലെവലിലൊക്കെ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 6 ഇനി ഇത് മാത്രമല്ല, ഇനിയും ടോപ്പിക്സ് വരുന്നുണ്ട്. അടുത്തതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. അപ്പൊ ഇതുവരെ പറഞ്ഞതിൽ മൊഡ്യൂൾ 6 ഒരു ടഫ് ടോപ്പിക് എന്ന് പറയണമെങ്കിൽ ഏതേ ഉള്ളൂ, കോർഡിനേഷൻ കോമ്പൗണ്ടേ ഉള്ളൂ. ഓക്കെ, അതിപ്പോ മേ ബി എന്താ പറയാ, ഫിസിക്സ് ബേസ്ഡുള്ള ആളുകൾക്ക് മേ ബി ഈ പോർഷൻ ചിലപ്പോൾ ടഫ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഇതിനൊന്ന് സ്ട്രെസ് ചെയ്ത് നോക്കുന്നതല്ല. അപ്പൊ കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, അപ്പൊ ഇതിൽ തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, അതിന്റെ ഡിഫറെന്റ് ഐസോമറിസം പഠിക്കുന്നുണ്ട്. അതേപോലെ അവിടുത്തെ വെർണേഴ്സ് തിയറി, EN റൂള്, പിന്നെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയും വാൻസ്മോൺ തിയറിയും വരുന്നുണ്ട്. പക്ഷെ അത് അത്ര ഡെപ്തിൽ പഠിക്കണ്ട, അതിന്റെ ബേസിക്സ് മാത്രം അത് നോക്കിയാൽ മതിയാവും. പിന്നെ എന്താ പറയാ, അതിന്റെ അവിടെ വരുന്ന ഡി ഓർബിറ്റലിന്റെ സ്പ്ലിറ്റിങ് കാര്യങ്ങള്, പിന്നെ ചിലത് കളേർഡ് കോമ്പൗണ്ട്സ് കാണിക്കുന്ന കാര്യങ്ങൾ, അതിന്റെ പ്രോപ്പർട്ടീസ്, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക ഇവിടെ നോക്കുക. പിന്നെ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ആപ്ലിക്കേഷൻസ് നോക്കണം. പിന്നെ വേറെ കാര്യമുള്ളത്, ഇവിടെ പറഞ്ഞില്ലെങ്കിലും അവിടെ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് തന്നാൽ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് തന്നാൽ അതിൽ ഓരോന്നിന്റെയും എന്താ പറയുക ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻക്രീസിങ് ഓർഡറിലും ഡിക്രീസിങ് ഓർഡറിലൊക്കെ അറേഞ്ച് ചെയ്യാനൊക്കെ ചോദ്യങ്ങൾ വരാം, കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാം. അതേപോലെ കോമ്പൗണ്ട് വന്നിട്ട് അത് ഏത് ടൈപ്പ് ഐസോമറിസ് ആണ് കാണിക്കുന്നത്, അപ്പൊ അങ്ങനെയൊക്കെ എന്താ ചെയ്യുക ഇവിടെ ചോദ്യം പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് അതിൽ വരുന്നത് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്. അതിന്റെ ജസ്റ്റ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷനൊക്കെ ഓർത്താൽ മതിയാവും ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിന്റെ കാര്യത്തിൽ. ഇനി അടുത്തത് ന്യൂക്ലിയർ കെമിസ്ട്രി. അത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ പിന്നെ എക്സ്ട്രാ എന്ന പോയിന്റ് നമ്മള് ജീജർ നട്ടൽ റൂള് ഇവിടെ നേരത്തെ പറഞ്ഞിട്ടില്ല, അപ്പൊ അതൊന്ന് ഇവിടെ നോട്ടീസ് ചെയ്യുക. പിന്നെ ഡിഫറെന്റ് ട്രാൻസ്മ്യൂട്ടേഷൻസ്, പിന്നെ നേരത്തെ പറഞ്ഞ ന്യൂക്ലിയർ ഫിഷന്, ഫ്യൂഷന്, പിന്നെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു. റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്, അതായത് ഇവിടെ വരുന്ന അതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്ന നമ്മളിപ്പം കാർബൺ ഡേറ്റിംഗ് പഠിക്കുന്നുണ്ടല്ലോ, കാർബൺ ഡേറ്റിംഗ്, അങ്ങനെ പല ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പം അങ്ങനെ പല ഐസോട്ടോപ്പ്, റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് വരുന്നുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. ഓക്കെ, അത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി, അതിന്റെ എക്സാമ്പിൾസ്, പിന്നെ ന്യൂക്ലിയർ സ്റ്റെബിലിറ്റി വരുമ്പം ഇവിടെ വരുന്ന ഏതാ, നമ്മുടെ ബൈൻഡിങ് എനർജി കർവ് കാര്യങ്ങള്, അതുപോലെ എവിടെയാണ് ഏറ്റവും മാക്സിമം വരുന്നത്, അല്ലെങ്കിൽ അയണിന് എന്തുകൊണ്ട് ബൈൻഡിങ് എനർജി കർവിൽ മാക്സിമം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയി വരുന്നത് അയൺ എന്തുകൊണ്ടാണ് ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും സംഭവിക്കുന്നത്, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ബൈൻഡിങ് എനർജി കർവ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ N/P റേഷ്യോ, ന്യൂട്രോൺ ടു പ്രോട്ടോൺ റേഷ്യോ, ആ കാര്യങ്ങൾ അവിടെ പറയാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മാജിക് നമ്പേഴ്സ് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മാജിക് നമ്പേഴ്സും റെഫർ ചെയ്ത് പോകണം. അതിന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസും നിങ്ങൾ എന്ത് ചെയ്യുക അറിഞ്ഞു വെക്കുക. മേ ബി ചിലപ്പോൾ
ചോദിക്കാം മാജിക് നമ്പേഴ്സ് ഏതൊക്കെ എലമെന്റ് ആണ് കാണിക്കുന്നത് എന്നൊക്കെ അവിടെ നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, പിന്നെ ന്യൂക്ലിയർ ഫോഴ്സ് കാര്യങ്ങൾ, അതിന്റെ ബേസിക് കാര്യങ്ങൾ നോക്കാം. പിന്നെ ഹാഫ് ലൈഫ് പീരീഡിൽ എന്തായാലും ചോദ്യം വരാറുണ്ട് സ്ഥിരമായിട്ട്. ഈ ഹാഫ് ലൈഫ് പീരീഡിൽ എന്ത് ഒരു പ്രോബ്ലം ചോദിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഇവിടെ നിന്നൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഈ എക്സാമിന് PSCന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സാമിന് ചോദ്യം വരുമ്പോൾ അല്ലെങ്കിൽ പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ലെങ്തി അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കുന്ന അങ്ങനത്തെ വലിയ ലെങ്തി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കൂല. ചോദിക്കാന്നുണ്ടെങ്കിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് 1 or 2 minutes കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ആ ഇക്വേഷൻ കിട്ടും, ജസ്റ്റ് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത കിട്ടാവുന്ന ക്വസ്റ്റ്യനെ ഇവിടെ വരാറുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് ഇപ്പൊ ചോദ്യം വരാറുള്ളത് ഒന്ന് കാർനോട്ട് എഞ്ചിന്റെ കാര്യം പറഞ്ഞു, അതേപോലെ ഹാഫ് ലൈഫിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതിൽ നിന്ന് പ്രോബ്ലം വരാറുള്ളത്. പിന്നെ മേ ബി എന്താ പറയാ, നമ്മുടെ ന്യൂട്ടൺസിന്റെ അതൊന്നും വലിയ അത്ര ഡെപ്ത് ചോദിച്ചിട്ടില്ല. പിന്നെ റോൾസ് സൊല്യൂഷന്റെ ആ ഭാഗത്ത് നിന്ന് റോൾസിലെ വെച്ചാണ്ടൊക്കെ പ്രോബ്ലംസ് വരാം. ഓക്കെ, അപ്പം ഇതില് മൊഡ്യൂൾ 6 അപ്പൊ ഇത്ര കാര്യങ്ങളാണ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതിൽ തന്നെ നമുക്ക് ന്യൂക്ലിയർ കെമിസ്ട്രി ആണെങ്കിൽ നമ്മുടെ എന്ത് ഡൗട്ട് ഉണ്ടോ? ഇവിടെ വരുന്നത് മെയിൻ ആയിട്ട് 2 ടോപ്പിക്സ് ഏതൊക്കെ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്, നേരത്തെ അഡ്വാൻസ് നിങ്ങൾ പറഞ്ഞിരുന്നു. ഫിസിക്സിൽ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, തെർമോഡൈനാമിക്സ് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ എന്താ ചെയ്യുക, കൈനറ്റിക് തിയറി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറെന്റ് പോസ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. പിന്നെ എന്താ പറയാ, കൊളിഷൻ നമ്പർ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിയാൽ മതി. അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് പഠിച്ചെടുക്കാവുന്നതാണ്. പിന്നെ തെർമോഡൈനാമിക്സിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ അതുപോലെ 0th ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാനുണ്ട്. പിന്നെ ഇവിടെ വരുന്നതാണെന്ത്, ജൂൾ തോംസൺ എഫക്റ്റ്, പിന്നെ ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്, പിന്നെ ഇൻവേർഷൻ ടെമ്പറേച്ചർ, പിന്നെ എൻട്രോപ്പിന്റെ കൺസെപ്റ്റ്, ഡിഫറെന്റ് സ്പോണ്ടേനിറ്റിന്റെ ഡിഫറെന്റ് ക്രൈറ്റീരിയ ഏതൊക്കെയാണ്, അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ വരുന്നത്. അതുപോലെ ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഹെസ് ലോ. ഓക്കെ, ഈ ഹെസ് ലോ ഇമ്പോർട്ടന്റ് ഒരു ഏരിയ ആണ്, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നോട്ടീസ് ചെയ്ത് പോവാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ലോന്റെ സെക്കൻഡ് ലോന്റെ തേർഡ് ലോന്റെ ഒക്കെ കോൺസിക്വൻസസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അത് എന്തായാലും നമ്മൾ ഫിസിക്സിൽ കവർ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഇവിടെ ഇല്ല. എന്തായാലും നിങ്ങൾ മൊഡ്യൂൾ 7 ഈ 2 ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾക്ക് ഫിസിക്സിലും ഏകദേശം ഉപയോഗപ്പെടുന്നത് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തത് മൊഡ്യൂൾ 7 അടുത്തത് കെമിക്കൽ ഇക്വിലിബ്രിയം, പിന്നെ കെമിക്കൽ കൈനറ്റിക്സ്, ഫോട്ടോ കെമിസ്ട്രി, അതേപോലെ സർഫസ് കെമിസ്ട്രി, ബേസിക് ഇക്വിലിബ്രിയ, ഇലക്ട്രോ കെമിസ്ട്രി, ഇത്രയും ടോപ്പിക്സ് മൊഡ്യൂൾ 7 വരുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കെമിക്കൽ ഇക്വിലിബ്രിയം നമ്മൾ +1 +2 പഠിക്കുന്നതാണ്. കെമിസ്ട്രിയിൽ ഇക്വിലിബ്രിയം പഠിക്കുന്നുണ്ട്. അപ്പൊ അതിലെ മെയിൻ ആയിട്ട് വരുന്ന നിങ്ങൾ നോക്കേണ്ട കാര്യം ലോ ഓഫ് മാസ് ആക്ഷൻ, പിന്നെ എന്താ പറയുക കെമിക്കൽ ഇക്വിലിബ്രിയത്തിന്റെ ആ ലോ പഠിക്കാണ്ട്, പിന്നെ വാൻ ഹോഫ് ഇക്വേഷൻ, പിന്നെ മെയിൻ ആയിട്ട് വരുന്നതാണെന്ത് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളും അതിന്റെ ആപ്ലിക്കേഷനും. ബാക്കിയൊന്നും നോക്കിയിട്ടില്ലെങ്കിലും ഈ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിള് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കുക. അതുപോലെ അതിന്റെ ഡെഫിനിഷനും അതിന്റെ ഇക്വേഷൻ കാര്യങ്ങളും അതുപോലെ അതിന്റെ ആപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ വാൻ ഹോഫ് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അടുത്തത് കെമിക്കൽ കൈനറ്റിക്സ്. ഇതിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് റിയാക്ഷന്റെ റേറ്റ് കണ്ടുപിടിക്കാനൊക്കെ മേ ബി ചോദ്യം വരാം. പിന്നെ റേറ്റിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഒരു കെമിക്കൽ റിയാക്ഷന്റെ ഓർഡർ, മോളിക്കുലാരിറ്റി, പിന്നെ ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ അതൊക്കെ വലിയൊരു നിങ്ങൾക്ക് വായിച്ചെടുത്താൽ മനസ്സിലാവുന്ന ടോപ്പിക്സ് ആണ് ഇപ്പൊ ഈ കെമിക്കൽ കൈനറ്റിക്സ് ഒക്കെ. പക്ഷെ ഈ കെമിക്കൽ ഇക്വിലിബ്രിയം മേ ബി ചിലപ്പം കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. എന്താണെങ്കിലും നിങ്ങൾ ഇതൊന്ന് നോക്കി പോവുക. കെമിക്കൽ കൈനറ്റിക്സും നമ്മൾ എന്ത് NCERT ലെവലിൽ നോക്കിയാൽ മതിയാവും. പിന്നെ അഡ്വാൻസ്ഡ് ടോപ്പിക്സ് വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഗ്രിയിൽ നോക്കിയാൽ മതി.
പിന്നെ അതേപോലെ ഇവിടെ വരുന്ന എന്ത് അറീനിയസ് ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കണം. ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ അറീനിയസ് ഇക്വേഷൻ, ലേ ഷാർട്ട്ലിയർ പ്രിൻസിപ്പിൾ, അതിന്റെ ആപ്ലിക്കേഷൻ, വാൻ ഹോഫ് ഇക്വേഷൻ, ഇത് മൂന്നും വളരെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ആണ്. പിന്നെ അടുത്തത് ഫോട്ടോ കെമിസ്ട്രി എന്നുള്ള ജസ്റ്റ് ആ ഒരു കാര്യം ബേസിക് മാത്രം ഡെഫിനിഷനോ കാര്യങ്ങളോ നോക്കിയാൽ മതി, അല്ലാണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ഇത് പോകേണ്ട കാര്യമില്ല. ഫോട്ടോസിന്തസിസ് നമ്മളിപ്പോ ഇത് ഈ ഫോട്ടോ കെമിസ്ട്രിയുടെ കാര്യങ്ങൾ നമ്മൾ എന്ത് പ്ലസ് ടുവിൽ പഠിക്കുന്നൊന്നുമില്ല, ഡിഗ്രി ലെവലിൽ പഠിക്കുന്നതാണ്. അത് ജസ്റ്റ് ബേസിക് ആയിട്ട് അതിന്റെ ഡെഫിനിഷനും കാര്യങ്ങളും മതിയാവും, അല്ലാണ്ട് ഒരുപാട് ഡെപ്തിലേക്ക് ഇത് പഠിക്കേണ്ട. ഫോട്ടോസിന്തസിന്റെ അതിന്റെ ഒരു കെമിക്കൽ റിയാക്ഷനൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു മെത്തഡ് മാത്രം നോക്കി വെച്ചാൽ മതിയാവും. പിന്നെ അതേപോലെ എന്താ പറയാ ഫ്ലൂറസെൻസ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഫോസ്ഫോറസൻസ് എന്താണ്, അല്ലെങ്കിൽ അത് കാണിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതും ബേസിക് ലെവലിൽ മാത്രം നോക്കിയാൽ മതി. ഫോട്ടോ കെമിസ്ട്രി ഒരുപാട് ഡെപ്ത് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക് അല്ല. ഓക്കെ. പിന്നെ അടുത്തതാണ് സർഫസ് കെമിസ്ട്രി. ഇത് വളരെ സിമ്പിൾ ആണ്, പക്ഷെ എക്സാം സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇവിടെ വരുന്ന ഏതൊക്കെയാണ്, നമ്മൾ പഠിക്കുന്നതാണല്ലോ ആർട്സ് ഓപ്ഷനും കെമീസ് ഓപ്ഷൻ, ഫിസിക്സ് ഓപ്ഷൻ ഒക്കെ പഠിക്കുന്നതാണ്. അപ്പൊ അതിന്റെ കമ്പാരിസൺ അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ്, ഏതൊക്കെയാണ് കെമീസ് ഓപ്ഷൻ, അല്ലെങ്കിൽ എന്താണ് കെമീസ് ഓപ്ഷൻ, അല്ലെങ്കിൽ എന്താണ് ഫിസിക്സ് ഓപ്ഷൻ, ഇതൊക്കെ മേ ബി ചിലപ്പോൾ എന്ത് ചെയ്യാം സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ചോദ്യങ്ങൾ വരാം. പിന്നെ നമുക്കറിയുന്ന കാര്യമാണെന്ത്, ഇതിന്റെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്, നമ്മൾ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ, ആ കാര്യങ്ങൾ നോക്കാം. പിന്നെ അതുപോലെ ഇതിലെ അബ്സോർപ്ഷൻ, ഐസോട്ടം. അപ്പൊ ഇതിൽ സർഫസ് കെമിസ്ട്രിയിൽ ഈ ടോപ്പിക്സ് എന്തായാലും നോക്കി പോവുക. പിന്നെ അടുത്തത് കൊളോയിഡ്സ് നമ്മൾ പഠിക്കുന്നതാണല്ലോ. കൊളോയിഡ്സിന്റെ ഡിഫറെന്റ് ക്ലാസ് നമുക്ക് പഠിക്കുന്ന കൊളോയിഡ്സ് പഠിക്കുന്നുണ്ട്, അതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് നോക്കാം. പിന്നെ അതേപോലെ അതിന്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ. ഓക്കെ. പിന്നെ ഇതിന്റെ എവിടേക്കാണ് കൊളോയിഡ്സ് യൂസ് ചെയ്യുന്നത്, അപ്പൊ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് ഇപ്പൊ ഈ സർഫസ് കെമിസ്ട്രിയിൽ ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക് ഏതാണ്, കൊളോയിഡ്സ് ആണ്. നിങ്ങൾക്ക് ബാക്കി ഇപ്പോ എന്താ പറയാ അബ്സോർപ്ഷൻ ആണെങ്കിലും അതുപോലെ കറ്റാലിസിസ് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക അത്ര വലിയ ഡെപ്ത് ചെയ്ത് പോകേണ്ട കാര്യമില്ല. കൊളോയിഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഓക്കെ. അതിന്റെ ആപ്ലിക്കേഷൻ, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ള അതിന്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവാം. പിന്നെ ഫേസ് ഇക്വിലിബ്രിയ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ NCERT കവർ ചെയ്യുന്ന ടോപ്പിക് അല്ല, ഈ പറഞ്ഞതിൽ കവർ ചെയ്യാത്ത ടോപ്പിക്കാണ്. ഇപ്പൊ ഫോട്ടോ കെമിസ്ട്രി അതുപോലെ ഫേസ് ഇക്വിലിബ്രിയ, ഇത് രണ്ടും എന്ത് ഡിഗ്രി ലെവൽ ടോപ്പിക്സ് ആണ്. അതായത് ഇതും ഇതേപോലെ എന്ത് നമുക്ക് അതിന്റെ സിമ്പിൾ കേസ് മാത്രം മതിയാവും, ഒരുപാട് ഡെപ്തിലേക്ക് പോകേണ്ടതില്ല. നമ്മളിപ്പോ ഡിഗ്രി ഓഫ് ഫ്രീഡം കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ജസ്റ്റ് എന്ത് ഇതിന്റെ ബേസിക്സ് മാത്രമേ നമുക്ക് എന്ത് ഇപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വേണ്ടതുള്ളൂ, ഒരുപാട് ഡെപ്തിലേക്ക് ഫേസ് ഇക്വിലിബ്രിയ നോക്കേണ്ടതില്ല. ഓക്കെ. പിന്നെ അടുത്തത് ഇലക്ട്രോ കെമിസ്ട്രി. ഇത് മെയിനായിട്ട് ഫാരഡേന്റെ ലോ നിർബന്ധമാണ്. ഫാരഡേസ് ലോ, കൊളറാഷസ് ലോ, അറീനിയസ് തിയറി, ഓസ്വാൾഡ് ഡൈലൂഷൻ ലോ, ഡിബെ ഹക്കിൾ ഓൺസാഗർ ഇക്വേഷൻ തുടങ്ങിയ ഈ ഇക്വേഷൻസ് ഒക്കെ നിർബന്ധം. അതുപോലെ നേൺസ്റ്റ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് എന്ത് നേൺസ്റ്റ് ഇക്വേഷൻ കാര്യങ്ങളൊക്കെ. പിന്നെ ഫാരഡേസ് ലോന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ ആപ്ലിക്കേഷൻ ചോദിക്കാം. പിന്നെ മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക ഫോട്ടോലിറ്റിക് എഫക്ട് ചോദിച്ച പോലെ, അല്ലെങ്കിൽ അതിനു മുമ്പ് എന്താ പറയാ ഹെൻറീസ് ലോ, അതിനൊക്കെ ഡെഫിനിഷൻ തന്നിട്ട് അത് ഏത് ലോ ആണെന്ന് തിരഞ്ഞെടുക്കാനൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ പാസ്കൽസ് ലോന്റെ ഒക്കെ ഡെഫിനിഷൻ തന്നിട്ട് അത് ഏതാണെന്നൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, മേ ബി ഫാരഡേസ് ലോ ഒക്കെ ചോദിക്കാം. പിന്നെ കൊളറാഷസ് ലോ നോക്കുക, അറീനിയസ് തിയറി, ഓസ്വാൾഡ് ഡൈലൂഷൻ ലോ നോക്കണം. പിന്നെ ഡിബെ ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ. പിന്നെ ഇതിൽ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ ഡിഫറെന്റ് സെൽസ് പഠിക്കുന്നതാണ്. ഇത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുള്ള സെല്ലാണെങ്കിലും നമ്മൾ ബാക്കി ഡ്രൈ സെൽ മറ്റു കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യണം, അതുപോലെ ഡിഫറെന്റ് ബാറ്ററീസ് ചോദിച്ചിട്ടില്ലെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവുക. ലെഡ് ആസിഡ് ബാറ്ററി, അതിൽ ഏതൊക്കെയാണ് ഇലക്ട്രോലൈറ്റ് വരുന്നത്, ഡിഫറെന്റ് ബാറ്ററീസിൽ നമ്മളിപ്പം ഇലക്ട്രോലൈറ്റ് ആയിട്ടും ഇലക്ട്രോഡായിട്ടും ഡിഫറെന്റ്, അവിടുത്തെ ആനോട് ഏതാ കാതോട് ഏതാ, ഈ കാര്യങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. അതുപോലെ അതിന്റെ ഇക്വേഷൻസ് അല്ലെങ്കിൽ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഒന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല, മേ ബി ചോദിക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ ഗാൽവാനിക് സെല്ലിന്റെ കാര്യം നീ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ഗാൽവാനിക് സെല്ലിന്റെ കാര്യത്തിൽ മാത്രം ആ റിയാക്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കി പോവാം, അതായത് അവിടുത്തെ ആനോടത്തെയും കാതോടത്തേക്ക് റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ ആ ഒരു ക്രമം പഠിക്കുന്നുണ്ടല്ലോ, ഹൈലി അല്ലെങ്കിൽ ഏറ്റവും മുകളിൽ വരുന്നത് ഏതാണ്, അല്ലെങ്കിൽ കോപ്പറിനാണോ Cu2+നാണോ Zn2+നാണോ ഏറ്റവും കൂടുതൽ വാല്യൂസ് ഉള്ളത്, അപ്പൊ അതിൽ തന്നെ ആനോഡ് ഏതാണ്, കാഥോഡ് ഏതാണ്, അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇലക്ട്രോ കെമിക്കൽ സീരീസിലാണ് വരുന്നത്. അപ്പൊ അത് നിങ്ങൾ അവിടെ നോക്കി പോവുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇലക്ട്രോ കെമിസ്ട്രിയിലെ നേൺസ്റ്റ് ഇക്വേഷൻ. ചിലപ്പോൾ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ചോദ്യം വരാം. ഓക്കെ.
അപ്പം ഇതിൽ ഇപ്പൊ മൊഡ്യൂൾ 7 പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രി, അതേപോലെ ഫേസ് ഇക്വിലിബ്രിയ, സർഫസ് കെമിസ്ട്രി എന്ന് ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോട്ടോ കെമിസ്ട്രി എന്നും ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതൊന്ന് നോക്കി പോവാ. ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. ഞാൻ എന്താ വെച്ചാൽ ഇത് അത്രയും ലെങ്തി ആയതുകൊണ്ടാണ് ഒന്ന് സ്പീഡ് നിങ്ങളോട് നിങ്ങളെ കമന്റ് ഒന്നും ഇപ്പൊ നോക്കാത്തത്. ഓക്കെ അല്ലേ? എന്നാ ഇനി അടുത്തത് മൊഡ്യൂൾ 8. ഇതിലാണ് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി കംപ്ലീറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന കാർബണിന്റെ ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ, പിന്നെ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഹൈബ്രിഡൈസേഷൻ പഠിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഫസ്റ്റ് ഇവിടെ പഠിക്കാനുള്ളത്. പിന്നെ അതേപോലെ നിങ്ങളിപ്പോൾ ഡിഫറെന്റ് ഐസോമറിസം ഇവിടെ പഠിക്കുന്നുണ്ടാവും. അതുപോലെ ഇതിന്റെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് നിങ്ങൾ പഠിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ ഇവിടെ വരുന്ന ബെയർ സ്ട്രെയിൻ തിയറി, പിന്നെ കൺഫർമേഷൻ, കോൺഫിഗറേഷൻ, സ്പെസിഫിക് റൊട്ടേഷൻ വരുന്നുണ്ട്. അതിന്റെ ചിറാലിറ്റി വരുന്നുണ്ട്, ഇനാൻഷോമേഴ്സ്, ഡയാസ്റ്റോമസ്, പിന്നെ പല മെത്തേഡ്സ്. അപ്പൊ എന്താണെങ്കിലും ഇവിടെ വരുന്നത് എന്താ പറയാ, സ്ഥിരമായിട്ട് ഇതിൽ നിന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഇനാൻഷോമേഴ്സ് എന്നും അതുപോലെ സ്റ്റീരിയോ ഐസോമേഴ്സ് എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്താണെങ്കിലും ഓർഗാനിക് കെമിസ്ട്രി എന്തായാലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്കാണ്. എങ്ങനെയാണെങ്കിലും ഇതിൽ നിന്ന് നല്ല വെയിറ്റ്, നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കാണ്. ഇതിന്റെ കാര്യം, ഓർഗാനിക് കെമിസ്ട്രി പൊതുവെ കുറെ പേർക്ക് ടഫായി തോന്നാം. പക്ഷെ നമ്മൾ +2 അല്ലെങ്കിൽ ഡിഗ്രി നിങ്ങൾ ബേസിക് ലെവലിൽ മാത്രം നോക്കിയാൽ മതി. ഒരുപാട് ഡെപ്തിലേക്ക് ഇത് കവർ ചെയ്ത് പോകേണ്ട കാര്യമില്ല. അപ്പം ഡിഗ്രിയിൽ പിന്നെ അതുപോലെ നമുക്ക് ഡിഫറെന്റ് എഫക്ട്സ്, അതായത് ഇൻഡക്റ്റീവ് എഫക്ട്, മീസോമറിക് എഫക്ട്, ഹൈപ്പർ കോൺജുഗേഷൻ എഫക്ട്, അതുപോലെ ഇലക്ട്രോമെറിക് എഫക്ട്, സ്റ്റെറിക് എഫക്ട്. അപ്പൊ ഇതൊക്കെ എന്തായാലും നമുക്ക് പല കാര്യങ്ങൾ ഇത് വെച്ചാണ് നമ്മൾ ബോണ്ട് ഓർഡർ അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ റിയാക്ടിവിറ്റി ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അപ്പം ഇതെന്തായാലും ഇതിന്റെ ഡെഫിനിഷൻസ് നിങ്ങൾ നോക്കി പോവുക. ഇൻഡക്റ്റീവ് എഫക്ട്, മീസോമറിക് എഫക്ട്, ഹൈപ്പർ കോൺജുഗേഷൻ എഫക്ട്, അപ്പോൾ ഇത് ഏതെങ്കിലേക്കാണ് ഇത് കൂടുതൽ കാണിക്കുന്നത്. അതായത് ഇപ്പൊ ഇൻഡക്റ്റീവ് എഫക്ട് ആണെങ്കിൽ നിങ്ങളിപ്പം +A എഫക്ട് പഠിക്കുന്നുണ്ട്, -A എഫക്ട് പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണോ കാണിക്കുന്നത്, അതുപോലെ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പൊ എന്താണെങ്കിലും ആ എക്സാമ്പിൾസും ജസ്റ്റ് അറിഞ്ഞ് വെക്കുക, ഏതൊക്കെ എലമെന്റ്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആണ് ഇങ്ങനെ ഇൻഡക്റ്റീവ് എഫക്റ്റും അല്ലെങ്കിൽ +A എഫക്റ്റും -A എഫക്റ്റ് ഒക്കെ കാണിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ നോക്കി പോവുക. പിന്നെ അതുപോലെ അടുത്താണെന്ത്, ഓർഗാനിക് റിയാക്ഷൻസ്. നമുക്കറിയാലോ, SN1 മെക്കാനിസം പഠിക്കുന്ന SN1ഉം SN2 പഠിക്കുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോഫിലിക് റിയാക്ഷൻസ്, E1 E2 റിയാക്ഷൻസ് പഠിക്കുക. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഇവിടെ ഇതിന്റെ ആ കമ്പാരിസൺസ് നോക്കി പോവുക. SN1 മെക്കാനിസം അതുപോലെ SN2 മെക്കാനിസം അതിന്റെ കമ്പയർ ചെയ്ത് പഠിക്കുക. അതേപോലെ അതിന്റെ എക്സാമ്പിൾസ് നിർബന്ധമായിട്ട് നോക്കണം. മേ ബി എക്സാമിന് ഇതിന്റെ ഇതിൽ നിന്ന് SN1 മെക്കാനിസം കാണിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏതാണെന്നൊക്കെ ചോദ്യങ്ങൾ വരാം. അല്ലെങ്കിൽ NO2 ഏതാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ CN- ഏതാണ്, SN1 ആണോ SN2 ആണോ. അപ്പൊ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ ഓർഗാനിക്കിലെ ആ മെയിൻ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ, അഡീഷൻ, എലിമിനേഷൻ, അതുപോലെ റീഅറേഞ്ച്മെന്റ്, റിയാക്ഷൻ ഒക്കെ നമുക്ക് ഇവിടെ നോക്കാനുണ്ട്. പിന്നെ അടുത്താണെന്ത്, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അത് നമ്മൾ മെയിൻ ആയിട്ട് ബേസിക് പണ്ട് മുതലേ പഠിക്കുന്നതാണ്. അതായത് നമ്മുടെ ആൽക്കെയിൻസ്, ആൽക്കെയിൻ മുതൽ ആൽക്കീന്, ആൽക്കീന്, ആൽക്കെയിന്, അതുപോലെ ഹാലോ ആൽക്കീന്, അതുപോലെ ഹാലോ അറൈൻസ്, പിന്നെ ആൽക്കഹോള്, ഫീനോൾസ്. ഫീനോൾസ് ഇവിടെ പറഞ്ഞിട്ടില്ല, എന്നാലും ഫീനോൾസ് നമ്മൾ നോക്കണം. ആൽക്കഹോള്, ഫീനോള്, പിന്നെ ആൽഡിഹൈഡിന് കീറ്റോണ്, ദെൻ കാർബോക്സിലിക് ആസിഡും അതുപോലെ അതിന്റെ ഡെറിവേറ്റീവും. അതായത് നിങ്ങളിപ്പം COCl2 എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ടാവും. അതുപോലെ ഓക്കെ, പിന്നെ എസ്റ്റർ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ജസ്റ്റ് നോക്കി പോവുക. അപ്പൊ എന്താണെങ്കിലും ഇതിന്റെയൊക്കെ നോമൻക്ലേച്ചറും അതുപോലെ അതിന്റെ പ്രിപ്പറേഷൻ, പ്രോപ്പർട്ടീസ്, ഇവിടെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇവിടെ നെയിംഡ് റിയാക്ഷൻസ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ സ്വാർട്സ് റിയാക്ഷൻ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ടൈപ്സ് നെയിംഡ് റിയാക്ഷൻസ് വരുന്ന ഒരു ഏരിയയാണ് നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ഇതിന്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഈ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ. അതെന്തായാലും അറിഞ്ഞ് വെക്കുക. പിന്നെ അതുപോലെ ഇവിടെ ഉപയോഗിക്കണ റിയേജന്റ് ഏതൊക്കെയാണെന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന്, റിയേജന്റ് അല്ല, അതിന്റെ അവിടുത്തെ കാറ്റലിസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ ഇതിന്റെ ഡിഫറെന്റ് റിയാക്ഷൻസ്, ഓക്സിഡേഷൻ നടന്നാൽ എന്ത് സംഭവിക്കുക, അല്ലെങ്കിൽ
ഇപ്പോൾ എന്താ പറയാ, ആൽക്കഹോളിൽ ഓക്സിഡേഷൻ നടന്നാൽ എന്ത് പ്രൊഡക്റ്റ് കിട്ടും, അല്ലെങ്കിൽ അവിടെ റിഡക്ഷൻ നടന്നാൽ എന്ത് സംഭവിക്കാം, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ചോദ്യങ്ങളായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നോമൻക്ലേച്ചർ ആണെന്നുണ്ടെങ്കിലും ഡെപ്തിൽ പോകണമെന്നില്ല. എക്സാമിന് ചോദിച്ചിരുന്നു നോമൻക്ലേച്ചറിന്റെ ഒരു എന്താ പറയാ, ഒരു ചിത്രം വന്നിട്ട്, ഒരു കെമിക്കലിന്റെ ചിത്രം വന്നിട്ട് അത് ഏതാണെന്നുള്ളത് അതിന്റെ IUPAC നെയിം ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതും ഡെപ്തിലും ചോദ്യം വരാറില്ല. ബേസിക് ആയിട്ട് നമ്മൾ ബെൻസറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണല്ലോ. അതുപോലെ സൈക്കിൾ കോമ്പൗണ്ട്സ് ഒക്കെ വരാം. എന്താണെങ്കിലും സോറി, ചെയിൻ കെമിക്കൽസ് ഒക്കെ വരാം. അപ്പൊ അതിന്റെയൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ അടുത്തതാണത് ഹക്കൽസ് റൂള്, അതുപോലെ അരോമാറ്റിസിറ്റി, പിന്നെ ബെൻസീന്റെ സ്റ്റെബിലിറ്റി സ്ട്രക്ചർ, നമ്മൾ ആ കെക്കുലന്റെ മോഡലൊക്കെ പഠിക്കുന്നതാണല്ലോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്. അത് പിന്നെ അതുപോലെ ബെൻസീനുമായിട്ടുള്ള ആ റിയാക്ഷൻസ് ഒക്കെ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഇവിടെ നിങ്ങൾ കവർ ചെയ്യണം. പിന്നെ അടുത്ത ടോപ്പിക്കാണ് എന്ത്, ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ, കാരണം നമ്മളിപ്പം ഹാലോ ആൽക്കീൻസ് ആണെങ്കിലും അതുപോലെ ഹാലോ ആർഗൻസ് ഒക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തായാലും നമ്മൾ അവിടെയൊക്കെ, അല്ലെങ്കിൽ ഓർഗാനിക്കിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു റിയേജന്റ് ആണെന്ത്, ഗ്രിഗ്നാർഡ് റിയേജന്റ്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനും അതിന്റെ ഡിഫറെന്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ നിർബന്ധമായിട്ടും നോക്കി പോവുക. പിന്നെ ഇവിടെ ഫെലിംഗ് സൊല്യൂഷനും മറ്റു കാര്യങ്ങളും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അതും നിങ്ങൾ നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതായത് NCERT-യിൽ ഇപ്പൊ ഈ ഓർഗാനിക് സംബന്ധിച്ച് നിങ്ങൾ, ഞാൻ പറയുന്നത് വെച്ചാൽ NCERT-ൽ കവർ ചെയ്ത എല്ലാ ടോപ്പിക്സും നിങ്ങൾ പഠിച്ചെടുത്തോളൂ. അതിൽ എന്താ ചെയ്യുക, ഒന്നും ഒഴിവാക്കേണ്ട ടോപ്പിക്സ് ഒന്നും ഇല്ല. പിന്നെ അതേപോലെ ഇതിന്റെ എന്താ ചെയ്യുക, എക്സാമിന് ചോദ്യം വരാറുള്ള ഒരു ഏരിയ ആണ്. ഓരോ ഓർഗാനിക് കോമ്പൗണ്ട് വന്നിട്ട് അതിൽ പ്രൈമറിക്കാണോ, അല്ലെങ്കിൽ പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ഒക്കെ തരും. അതിൽ തന്നെ ഏതിനാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് വരുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബോണ്ട് ഓർഡർ ഏതാണ്, അല്ലെങ്കിൽ ഏതാ റിയാക്റ്റീവ് ഏതാണ്. അപ്പൊ അങ്ങനെയൊക്കെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടെ പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ലാസ്റ്റ്, പിന്നെ ഓർഗാനിക്കിൽ ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത ഏതാ, പോളിമേഴ്സ്. പോളിമേഴ്സ് നമ്മൾ പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പോളിമേഴ്സ് വരുന്നില്ല. എന്തായാലും പോളിമേഴ്സിൽ നമ്മൾ അതിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ പോളിമേഴ്സിന്റെ മോണോമറും ഏതൊക്കെയാണ്, ഇപ്പം PVC പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ മോണോമർ എന്താ, അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ഓരോന്നിന്റെയും നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള എന്തായാലും അതിന്റെ മോണോമറും അതിന്റെ പോളിമറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കണം. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ എന്തൊക്കെയാന്നുള്ളത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ടോപ്പിക്, അല്ലെങ്കിൽ നമ്മുടെ ഈ സിലബസിലെ ലാസ്റ്റ് ടോപ്പിക് ആണ് എന്ത്, ബയോ മോളിക്യൂൾസ്. അതിൽ തന്നെ അത് നമ്മൾ +2 അല്ലെങ്കിൽ +1 പഠിക്കുന്നതാണ് ബയോ മോളിക്യൂൾസ്. അതിൽ മെയിനായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്, വൈറ്റമിൻസ്, ഇതിന്റെയൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടല്ലോ, ക്ലാസിഫിക്കേഷനും വിത്ത് എക്സാമ്പിൾസ് നിങ്ങൾ പഠിക്കുക. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ. ഇപ്പൊ വിറ്റാമിൻസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ബയോളജിയിലൊക്കെ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ PSC പണ്ടേ പഠിക്കുന്നതാണ്. അതിന്റെ ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ഓരോന്നില്, ഇപ്പൊ വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ വൈറ്റമിൻ എന്റെ കാര്യങ്ങൾ, അങ്ങനെ ബേസിക് കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് അതിന്റെ ഡെഫിഷ്യൻസി കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ പഠിച്ചു പോകണം. പിന്നെ ഡിഫറെന്റ് പ്രോട്ടീൻസ് ഉണ്ടല്ലോ, നിങ്ങൾ പ്രോട്ടീന്റെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ഒക്കെ പഠിക്കുന്നുണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോവുക. പിന്നെ അതുപോലെ കാർബോഹൈഡ്രേറ്റ്സിന്റെ കാര്യങ്ങൾ, അതും അതിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കാരണം നിങ്ങളിപ്പം എക്സാമിന് കഴിഞ്ഞ FPSC-ലൊക്കെ ചോദിച്ചതാണ്, എന്താ പറയാ, സൂക്രോസ്, ഡിഫറെന്റ് കാര്യങ്ങളൊക്കെ. ഓക്കെ, സൂക്രോസ്, മാൾട്ടോസ്, ഇതിന്റെയൊക്കെ സ്ട്രക്ചറോ അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ, അല്ലെങ്കിൽ അതൊക്കെ വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ബയോമോളിക്യൂൾസും നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഏരിയയാണ്. അപ്പം ഈ മൊഡ്യൂൾ 8 ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനില്ല. വളരെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കാണ് മൊഡ്യൂൾ 8. ഓക്കെ, അപ്പൊ ഇതില് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇനി ചോദിക്കാം. നമ്മളിപ്പോൾ സിലബസ് ഏകദേശം കവർ ചെയ്തു. ഇതില് മൊഡ്യൂൾ 8 ഞാൻ ഇനിയിപ്പോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ +1 പഠിക്കുന്ന ഹൈഡ്രോ കാർബൺസും, അതുപോലെ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നുള്ള ആ ചാപ്റ്റർ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ +1 ആ ചാപ്റ്റർ എടുക്കാം. അതുപോലെ +2 അടുപ്പിച്ച് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതായത് ഹാലോ ആൽക്കീൻസ് ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. അതേപോലെ ആൽക്കഹോൾ ഫീനോൾസ് ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആൽഡിഹൈഡ് കീറ്റോൺസ്, നമ്മുടെ ആൽഡിഹൈഡ് കീറ്റോൺസ്, കാർബോക്സിക് ആസിഡ്സിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അവിടെ സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതേ ഉള്ളൂ, നമുക്ക് ഇതില് അമീൻസിന്റെ കാര്യങ്ങൾ ഇവിടെ പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് സ്കിപ്പ് ചെയ്ത് കളയാം. ഓക്കെ, അമീൻസ് ഇതിൽ സിലബസിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആ ചാപ്റ്റർ നിങ്ങൾ നോക്കണ്ട. പിന്നെ ഇപ്പൊ അതേപോലെ സിലബസ് തീരെ പറയാത്തൊരു ചാപ്റ്റർ ആണ്
നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാണ്ട് ഇതിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതും അത്ര സ്ട്രെസ് കൊടുക്കണമെന്നില്ല. ഓക്കെ. പിന്നെ ബാക്കി ഇപ്പോൾ ഫിസിക്സിലാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒട്ടുമിക്ക ചാപ്റ്റേഴ്സും അതിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഗ്രാവിറ്റേഷനും ആ ചാപ്റ്റർ ഇതിൽ വന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഗ്രാവിറ്റേഷൻ ജസ്റ്റ് ഒന്ന് സമയം ഉണ്ടെങ്കിൽ അത് നോക്കി പോകണം. ഗ്രാവിറ്റേഷനും ഇതിൽ ഇപ്പോൾ സിലബസിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അത് സ്ഥിരമായിട്ട് വരുന്നതാണ്. അപ്പൊ അതിൽ ഏറ്റവും വേഗത്ത് കൂടിയ സ്പെക്ട്രം ഏതാ, കുറഞ്ഞ സ്പെക്ട്രം ഏതാ, അതിൽ മൈക്രോവേവിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, അവ ചേരുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ എക്സാം ചോദിച്ചിരുന്നു ചേരുമ്പോഴേക്ക് ചേർക്കാൻ റേഡിയോ വേവ്സ്, അതുപോലെ IR, നമ്മുടെ ഗാമ റേസ്, ഇതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ചേരുമ്പോഴേ ചോദിച്ചിരുന്നു. അതുപോലെ ഇതിന്റെ വേവ് കൂടിയത് ഏതാ, കുറഞ്ഞത് ഏതാണ്, അതുപോലെ വിസിബിൾ സ്പെക്ട്രത്തിന്റെ വേവ് റേഞ്ച് 300 to 700 നാനോമീറ്റർ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പഠിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇതിന്റെ വേവ് ഇൻക്രീസിങ് ഓർഡർ, അതുപോലെ ഫ്രീക്വൻസിന്റെ ഡിക്രീസിങ് ഇൻക്രീസിങ് ഓർഡർ, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യണം, നോക്കി പോകണം. സിലബസിൽ അത് സ്പെസിഫിക് ആയിട്ട് ഗ്രാവിറ്റേഷനും അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, അതും കൂടി നോക്കി പോവുക. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് തുടങ്ങിയിട്ട് കുറെ നേരമായി. അപ്പോൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇനി ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് റെഫറൻസ് ടെക്സ്റ്റ് ആയിട്ട് ഇപ്പം ഓർഗാനിക്കില് നിങ്ങൾക്ക് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നത് ഏതാണ്, നമ്മളിപ്പം ക്ലെയ്ഡന്റെ ടെക്സ്റ്റ് ഓർഗാനിക് കെമിസ്ട്രി, നമ്മൾ നല്ലൊരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ആണ് ക്ലെയ്ഡന്റെ. അതുപോലെ അലുവാലിയന്റെ ടെക്സ്റ്റ് ഉണ്ടല്ലോ ഓർഗാനിക് കെമിസ്ട്രി, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഇനോർഗാനിക്കിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുരി ആൻഡ് ശർമ്മന്റെ ഇനോർഗാനിക് കെമിസ്ട്രിന്റെ പുസ്തകം നിങ്ങൾക്ക് അതിന്റെ PDF അല്ലെങ്കിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് നോക്കാം. പിന്നെ JD ലീന്റെ ബുക്കും നല്ലതാണ്. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, KL കപൂറിന്റെ ബുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഞാനിതൊന്നും അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ റെഫർ ചെയ്ത് പോകുമ്പോൾ ഒന്നാമത് ടൈം കൺസ്യൂമിങ് ആണ്. പിന്നെ നിങ്ങൾ എന്താ വെച്ചാൽ സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ കാട് കയറി ഓരോന്ന് പഠിച്ച് ലാസ്റ്റ് നിങ്ങളെ ഉള്ള ടൈം കൂടി വേസ്റ്റ് ആയി പോകും, അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിലവിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് NCERT ടെക്സ്റ്റ് തറവായിട്ട് നോക്കുക. അതേപോലെ എന്താ ചെയ്യുക, NCERT ഇപ്പം പുതിയ ടെക്സ്റ്റിൽ ഒന്നുകൂടി റാഷണലൈസ് ചെയ്ത സിലബസ് ആണ്. അതുകൊണ്ട് കുറെ കാര്യങ്ങളിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ചെയ്യാം, +1 +2 പഴയ ടെക്സ്റ്റ് നിങ്ങൾ റെഫർ ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന പുതിയ SCERT നല്ല സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പുതിയ 10th-ന്റെയും 9th-ന്റെയും ഒക്കെ ടെക്സ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ഓടിച്ച് നോക്കുന്നത് നല്ലതാണ്, ഫിസിക്സ് കെമിസ്ട്രി ടോപ്പിക്സ് ഒക്കെ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഗ്രിയിലൊക്കെ നിങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷൻ, ഓരോ പബ്ലിക്കേഷൻസിന്റെ ഗൈഡായിട്ട് യൂസ് ചെയ്ത പബ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ മഞ്ജുഷ, അല്ലെങ്കിൽ പല പബ്ലിക്കേഷൻസിന്റെ ബുക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അതൊക്കെ ജസ്റ്റ് എന്താ വെച്ചാൽ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് അല്ലെങ്കിൽ റെഫറൻസ് ടെക്സ്റ്റ് അവര് മാക്സിമം എന്താ പറയാ ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഒന്ന് ചുരുക്കി തന്നതാണ് ഈ ഗൈഡിലൊക്കെ. അപ്പൊ അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറെയൊക്കെ ടോപ്പിക്സ് അവിടെ കവറായി കിട്ടും. വലിയ ടെൻഷൻ അടിക്കേണ്ടി വരില്ല, വളരെ ഈസി ആയിട്ട് കവർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ. ഇനി നിങ്ങൾ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കൂ. ഞാൻ ഇതിൽ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണം വിചാരിച്ചിരുന്നു. ഇപ്പൊ സമയം ഒരുപാട് ആയതുകൊണ്ട് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിൽ ഇതിനു മുമ്പ് ചോദിച്ച PYQs ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഇനി ഇതുവരെ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? എന്ത് പഠിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ പഠിക്കണം എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ ഒരു കാര്യം, നമ്മൾ നാളെ മുതലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എന്തായാലും അതിന്റെ അപ്ഡേറ്റ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. പിന്നെ അതുപോലെ നമ്മളിപ്പം 1 മുതൽ തുടങ്ങുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓരോന്ന് ക്ലാസ് കണ്ടു നിൽക്കുമ്പോൾ നിങ്ങളെ സമയം തികയാതെ വരും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ NCERT പറഞ്ഞ റെഫറൻസ് ടെക്സ്റ്റുകൾ നോക്കണം, അതുപോലെ PYQs നോക്കണം. പിന്നെ ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്ത ക്ലാസ്സുകൾ ഉണ്ട്. ഇപ്പം സാനിറ്ററി കെമിസ്ട്രി ആണെങ്കിലും, അതുപോലെ സയന്റിഫിക് ഓഫീസർ ആവട്ടെ, അതുപോലെ KWന്റെ എക്സാമിന് ക്ലാസ് കൊടുത്തിരുന്നു. അങ്ങനെ ഇതിനു മുമ്പ് നടത്തിയ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട, അതായത് എല്ലാം കാണുന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് കണ്ട് തീർക്കുക. നമ്മളിപ്പോ ഇതിലെ ടോപ്പിക്സ് നമ്മൾ എന്തായാലും ക്ലാസ്സുകൾ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഓരോന്നും ഇങ്ങനെ 1 by 1 ആയിട്ട് എന്താ പറയാ, നിങ്ങൾക്ക് കാണാൻ സമയം ഉണ്ടാവില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഈ നേരത്തെ തന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ട് തീർക്കാം. അതിന്റെ ചില ക്ലാസ്സുകൾക്ക് നോട്ട്സ് ടെലിഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കൂ.
പിന്നെ ഒരു കാര്യം, നമ്മൾ ലൈവായിട്ട് ക്ലാസ്സുകൾ നോക്കട്ടെ. നമുക്ക് സിലബസ് അത്യാവശ്യം ഉള്ളത് കൊണ്ട്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 8 മൊഡ്യൂളാണ് ഉള്ളത്. 8 മൊഡ്യൂൾ പറയുമ്പോൾ നമുക്ക് ഒരു മൊഡ്യൂളിന് ഒരാഴ്ച അല്ലെങ്കിൽ 7 ദിവസം കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പൊ 7 ദിവസം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് സിലബസ് ആ ടോപ്പിക്സ് തീർക്കാൻ ചിലപ്പോൾ റെക്കോർഡ് ക്ലാസ് നമ്മൾ എടുക്കേണ്ടി വരും. ലൈവായിട്ട് പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ മാക്സിമം നമ്മൾ എന്ത് റെക്കോർഡ് ക്ലാസ്സുകളായിട്ടായിരിക്കും നൽകുക. പിന്നെ നമുക്ക് PYQ അല്ലെങ്കിൽ റിവിഷനൊക്കെ എന്ത് ചെയ്യാം, വീക്ക്ലി റിവിഷനൊക്കെ ലൈവായിട്ട് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണം. നമുക്ക് എല്ലാ സമയത്തും ലൈവായിട്ട് ക്ലാസ് കൊടുക്കാൻ പറ്റുമെന്ന് ചാൻസ് കുറവാണ്. ഓക്കെ, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മളിപ്പം ലൈവായിട്ട് കൊടുക്കുമ്പോൾ എല്ലാവരും ആ സമയത്ത്, ഇപ്പോൾ ഒരു സമയം പറയുകയാണെങ്കിൽ ആ സമയത്ത് എല്ലാവരും എത്തിപ്പെടണമെന്നുണ്ട്. ആ സമയത്ത് വന്നാൽ നമുക്ക് ആ ഇന്ററാക്റ്റീവ് ക്ലാസ്സിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു റേഡിയോ പോലെ കേട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്തായാലും എല്ലാവരും വരുന്ന സമയം ആയിരിക്കണം. പിന്നെ അതേപോലെ നമുക്ക് എന്ത് ചില ആളുകൾ ഇപ്പോൾ ഇതിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ലൈവായിട്ട് അവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നും സംശയമാണ്. പിന്നെ എന്താ പറയാ, നമ്മളിപ്പോ ഒന്നു മുതൽ തുടങ്ങുന്നതുകൊണ്ട് തന്നെ ഇതിൽ അറിയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ എന്ത് ചില ആളുകൾ കാണാതെയും പോകും. അപ്പം എന്താണെങ്കിലും നമ്മൾ ക്ലാസ്സുകൾ എടുക്കും. അത് ലൈവ് ആയിട്ടില്ലെങ്കിൽ റെക്കോർഡിംഗ് ആയിട്ട് എന്ത് ചെയ്യും, മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കും. ലൈവുകൾക്ക് സമയം പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. മാക്സിമം ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് PYQs എന്ത് ചെയ്യാം, ലൈവ് ഡിസ്കഷൻ നമുക്ക് വെക്കാം. കാരണം അത് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ അതിനുശേഷം നിങ്ങളെ ക്ലാസ്സുകൾ റെക്കോർഡിങ്സ് കണ്ടാലും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരില്ല. കാരണം എന്താ, സിലബസിൽ ഈ കാര്യങ്ങളാണ് വരുന്നത്, അല്ലെങ്കിൽ PSC ഇതിൽ നിന്ന് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് ജസ്റ്റ് ആ PYQ കാണിച്ചിട്ടില്ല, നിങ്ങളെ ജസ്റ്റ് ഇങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് PYQ വെച്ച് അതും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ കുറേയൊക്കെ ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു കോൺഫിഡൻസും ബിൽഡ് ആവും. അപ്പൊ ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഇനിയുള്ള ദിവസങ്ങൾ, അതായത് ഇന്ന് മുതൽ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ മറ്റു എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് പഠനത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. കാരണം നമ്മൾ ഒരു വർഷം ഉണ്ട്. നിങ്ങൾക്ക് ഇതൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇതിനു മുമ്പ് HSAന്റെ എക്സാം നടന്നിരുന്നു, HSA ഫിസിക്കൽ സയൻസിന്റെ. കാരണം അതിന്റെയൊക്കെ സിലബസ് ഏകദേശം ഇതിനൊരു സിമിലർ ആയിട്ടാണ് സിലബസ് വന്നിട്ടുള്ളത്. അപ്പൊ അവർക്ക് മേ ബി ഇതൊരു അഡ്വാൻറ്റേജ് കിട്ടും. അവർക്ക് ജസ്റ്റ് ഇതൊന്ന് റിവൈസ് ചെയ്ത് പോകേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. അതിന് നന്നായിട്ട് പഠിച്ച ആളുകളാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് HSA ചെയ്താത്ത ആളുകളൊക്കെ ചിലപ്പോൾ ഇത് നന്നായിട്ട് നോക്കേണ്ടി വരും. അപ്പൊ ഇത് ഇനി എന്താ വെച്ചാൽ മറ്റ് കാര്യങ്ങളിലേക്ക്, തിരക്കുകളിലേക്ക് പോവാണ്ട് മാക്സിമം ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മളിപ്പോൾ എന്താ ഇപ്പോൾ ഡെയിലി 1 or 2 ക്ലാസ് ഞാൻ പറഞ്ഞു, അത് എന്താ പറയാ മാക്സിമം കണ്ടു തീർക്കാൻ ശ്രമിക്കുക. അതേപോലെ അതിന് മുമ്പ് നടത്തിയ ക്ലാസ്സുകളുടെ ലിങ്കുകൾ അവിടെ ഉണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. പിന്നെ ഡൗട്ടുള്ള പോർഷൻസ് നിങ്ങൾ NCERT അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി പഠിച്ച ടെക്സ്റ്റ് നിന്നൊക്കെ റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്താ വെച്ചാൽ അതിന് മടി കാര്യങ്ങളൊന്നും വേണ്ട. അത് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും നമുക്ക് അതിനെ റിപ്ലൈ തരാം. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക. അതിനും ആരും മടി കാണിക്കണ്ട. എന്തായാലും ആക്റ്റീവായിട്ട് എല്ലാവരും കമ്പൈൻ സ്റ്റഡി പോലെ നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ റാങ്കിൽ തന്നെ നമുക്ക് എത്തണം. കാരണം ഇത് നമുക്ക് കുറഞ്ഞ ആളുകളെ ഇതിൽ എഴുതുന്നുള്ളൂ. പോരാത്തതിന്റെ കട്ട് ഓഫും ഞാൻ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം 53 വന്നത്. എങ്കിലും മേ ബി കൂടാം അല്ലെങ്കിൽ കുറയാം. എന്തായാലും ഒരുപാട് കട്ട് ഓഫ് ലെങ്തി പോകാൻ ചാൻസ് ഒന്നുമില്ല. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 50 പോലെ 50 to 60 റേഞ്ചിൽ എന്തായാലും കട്ട് ഓഫ് പ്രതീക്ഷിച്ച് ഇപ്പൊ തന്നെ പഠിക്കുക. ഓക്കെ, പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എനിബഡി? ഒന്നാ വൈൻഡ് അപ്പ് ചെയ്യല്ലേ? ഹലോ, ഓക്കെ. അപ്പൊ ഇനി ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാം, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ഞാൻ എന്തായാലും അതിന് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, പിന്നെ ടെലിഗ്രാമിൽ ഇത് ഇപ്പൊ NCERTന്റെ പഴയ ടെക്സ്റ്റ് ബുക്കും കൊടുത്തിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ വൈസുള്ള അതിന്റെ PDFs നൽകിയിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകളെ PDFകളും അതിൽ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യാം. ഇപ്പൊ KL കൂപ്പറിന്റെ അതുപോലെ പുരി ശർമ്മ, പിന്നെ നമ്മുടെ ക്ലെയ്ഡന്റെ ടെക്സ്റ്റ്, അതൊക്കെ എന്താ ചെയ്യുക, അതിന്റെ PDF എന്തായാലും ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ പഴയ ഇതിനു മുമ്പത്തെ ലിങ്കുകളും അതിൽ ടെലിഗ്രാമിൽ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ലിങ്കുകൾ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
കാണാം. പിന്നെ അതിന്റെ നോട്ട്സ്, ചിലതിന്റെ നോട്ട്സ് അതിൽ അവൈലബിൾ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്നാ അതിന്റെ പേരല്ലേ. അപ്പോൾ എല്ലാവരും സിലബസ് നന്നായിട്ട് ഒരിക്കൽ കൂടി നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.